ആദ്യമായിട്ട് നമുക്ക് എല്ലാവർക്കും അറിയാം, നമ്മുടെ സ്വാതന്ത്ര്യ ദിനമാണ്. 80ാം സ്വാതന്ത്ര്യ ദിനം രാജ്യം ആഘോഷിക്കുകയാണ്. എന്നുവെച്ചാൽ രാജ്യം വളരെ സീനിയറായി എന്നാണ് അർത്ഥം. അപ്പൊ ഈ ഇത്തരുണത്തിൽ നമ്മുടെ പ്രിയപ്പെട്ട രാജ്യത്തിന്റെ സ്വാതന്ത്ര്യ ദിനം ആഘോഷിക്കുക എന്നുള്ളത് ഏതൊരു ഉത്തരവാദിത്തപ്പെട്ട പൗരന്റെയും ചുമതലയാണ്. ആ ചുമതലയിൽ നിന്ന് IFPH മാറി നിൽക്കുന്നില്ല. അപ്പോ ഈ പ്രാർത്ഥന ആലപിക്കുന്നതിനായിട്ട് വളരെ യങ് ആയ കുമാരി ഹൃദയ സന്ദീപിനെ ആഗ്രഹം ക്ഷണിക്കുന്നു. അൺമ്യൂട്ട് ചെയ്യണേ ഹൃദയ. ജന്മകാരിണി ഭാരതം കർമ്മമേദിനി ഭാരതം ജന്മകാരിണി ഭാരതം കർമ്മമേദിനി ഭാരതം നമ്മളാഞ്ജനകോടിതൻ അമ്മയാകിയ ഭാരതം ജന്മകാരിണി ഭാരതം ഭാരതം കിരീടവും ഉടലിൽ സസ്യശ്യാമല ശാദ്വല കോമല കഞ്ചുകവും തലയിൽ മഞ്ഞണി മാമല ചൂടിയ തങ്ക കിരീടവും ഉടലിൽ സസ്യശ്യാമല ശാദ്വല കോമല കഞ്ചുകവും കഴുത്തിൽ നാനാ നദികൾ ചാർത്തിയ പൊന്മണിമാലകളും കാണുക കാണുക ജന്മഭൂവിൻ കോമല മലർമേനി ജന്മകാരിണി ഭാരതം കർമ്മമേദിനി ഭാരതം ഭാഷകളമൃതം പൊഴിയും നാവും പുഞ്ചിരിയും നാനാദേശക്കാരുടെ നാനാ വേഷത്തിനൊളിയും നാനാഭാഷകളമൃതം പൊഴിയും നാവും പുഞ്ചിരിയും നാനാദേശക്കാരുടെ നാനാ വേഷത്തിനൊളിയും വീരപുരാതന സംസ്കാരത്തിൻ വേരോടും മണ്ണും പാരിൽ ശാന്തി വളർത്തും വൃത്തിയും അമ്മ തന്നേട്ടം ജന്മകാരിണി ഭാരതം കർമ്മമേദിനി ഭാരതം. താങ്ക് യു. വളരെ മനോഹരമായി പാടി. ശരിക്കും ധർമ്മകാരിണിയാണ് ഭാരതം, ആരും മറക്കാൻ കഴിയില്ല. പരിപാടിക്ക് ഔപചാരികമായിട്ട് സ്വാഗതം ആശംസിക്കുന്നതിനായിട്ട് ശൈല ഡോക്ടർ ക്ഷണിക്കുന്നു. താങ്ക് യു ഡോക്ടർ മനോജ്. എല്ലാവർക്കും നമസ്കാരം. രാജ്യം ഇന്ന് 80ാം സ്വാതന്ത്ര്യ ദിനം ആഘോഷിക്കുകയാണ്. അതിന്റെ ഭാഗമായി നടക്കുന്ന പ്രത്യേക പ്രോഗ്രാമാണ് ഇന്ന് സൂമിൽ അരങ്ങേറുന്നത്. ആദ്യമായി എല്ലാവർക്കും സ്വാതന്ത്ര്യ ദിന ആശംസകൾ നേരുന്നു. കൂടാതെ ഇന്ന് ഈ സ്വാതന്ത്ര്യ ദിന ആഘോഷ പരിപാടിയിൽ പങ്കെടുക്കുന്നവർക്ക് സ്വാഗതം പറയുക എന്നുള്ളതാണ് എൻ്റെ കർത്തവ്യം. ഇന്നത്തെ ഈ സ്വാതന്ത്ര്യ ദിനത്തിൽ ഈ സ്വാതന്ത്ര്യ ദിനത്തിനെ കുറിച്ചുള്ള ഓർമ്മകൾ പങ്കുവയ്ക്കുന്നതിന് വേണ്ടി ഒട്ടേറെ പ്രമുഖ വ്യക്തികൾ നമ്മളോടൊപ്പം ഇന്ന് പങ്കുചേരുന്നുണ്ട്. ആദ്യമായി നമുക്ക് ഏവർക്കും സ്നേഹം നിറഞ്ഞ ബഹുമാനം നിറഞ്ഞ ജസ്റ്റിസ് ഹരിഹരൻ നായർ സാറാണ് സ്വാതന്ത്ര്യ ദിനവുമായി ബന്ധപ്പെട്ട ഓർമ്മകൾ പങ്കുവയ്ക്കാനായി നമ്മോടൊപ്പം എത്തുന്നത്. സാർ എപ്പോഴും നമ്മുടെ വിശേഷാൽ പ്രോഗ്രാമുകൾക്കെല്ലാം വരുന്ന വ്യക്തിയാണ്. വളരെ ആദരവോടുകൂടി അദ്ദേഹത്തിന് ഇന്നത്തെയും വിശേഷാൽ പ്രോഗ്രാമിലേക്ക് സ്വാഗതം ചെയ്യുന്നു. നമസ്തേ. നമസ്തേ. അതുപോലെ തന്നെ നമ്മുടെ
IFPHന്റെ ആദരണീയനായ പ്രസിഡന്റ് ഡോക്ടർ ഇസ്മായിൽ സേട്ട് സാറും സ്വാതന്ത്ര്യ ദിനത്തെക്കുറിച്ചുള്ള ഓർമ്മകൾ പങ്കുവയ്ക്കുന്നതിന് വേണ്ടി നമ്മോടൊപ്പം എത്തിച്ചേരുന്നുണ്ട്. അദ്ദേഹത്തിനെയും വളരെ ആദരപുരസ്സരം ഇന്നത്തെ ഈ പ്രോഗ്രാമിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അതുപോലെ നമ്മോടൊപ്പം എപ്പോഴും എല്ലാ പ്രോഗ്രാമിനും നമ്മോടൊപ്പം പങ്കെടുക്കുന്ന ഹോമിയോപ്പതി സ്നേഹി കൂടിയായ ശ്രീ പരീത് ബാവ ഖാൻ സാർ. അദ്ദേഹം റിട്ടയർഡ് കമ്മീഷണർ, ഡയറക്ടർ, സ്റ്റേറ്റ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് റൂറൽ ഡെവലപ്മെന്റ് ഈ പൊസിഷനിലൊക്കെ ജോലി ചെയ്ത വ്യക്തി കൂടിയാണ്. അദ്ദേഹത്തിനെയും വളരെ സ്നേഹപൂർവ്വവും ആദരപൂർവ്വവും ഇന്നത്തെ പ്രോഗ്രാമിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അതുപോലെ ഡോക്ടർ ജയചന്ദ്രൻ ഡോക്ടർ എല്ലാ ദിവസവും ഈ സൂമിൽ എല്ലാ പ്രോഗ്രാമിലും ക്ലാസ്സുകളിലും എല്ലാം പങ്കെടുക്കുന്ന വ്യക്തി കൂടിയാണ്. അദ്ദേഹവും സ്വാതന്ത്ര്യദിനത്തെ കുറിച്ചുള്ള ഓർമ്മകൾ പങ്കുവയ്ക്കുന്നതിനായി എത്തുന്നു. ജയചന്ദ്രൻ ഡോക്ടറെയും വളരെ ആദരപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. അതുപോലെ നമ്മുടെ സൂമിൽ എല്ലാ ദിവസവും പങ്കെടുക്കുന്ന ഏറ്റവും സീനിയറായ സൂമിൽ നമ്മുടെ എല്ലാവരുടെയും അമ്മയായ രമാദേവി അമ്പാടിയമ്മയെയും വളരെ സ്നേഹപൂർവ്വവും ആദരപൂർവ്വവും ഇന്നത്തെ ഈ പ്രോഗ്രാമിലേക്ക് സ്വാഗതം ചെയ്യുന്നു. കൂടാതെ ഇന്നത്തെ ഈ പ്രോഗ്രാം മോഡറേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഡോക്ടർ മനോജാണ്. മനോജ് ഡോക്ടർ എല്ലാ വിശേഷ ദിവസങ്ങളെല്ലാം ഓർത്തിരുന്ന് നമുക്ക് ആഘോഷമാക്കി മാറ്റി. ആ ദിനങ്ങളെല്ലാം നമ്മളെ ഒന്നുകൂടി അതിന്റെ വിശേഷങ്ങളും എല്ലാം ഓർമ്മിപ്പിക്കുന്ന ഡോക്ടർ മനോജ് ഡോക്ടറെയും ഇന്നത്തെ ഈ പ്രോഗ്രാമിലേക്ക് സ്നേഹപൂർവ്വവും ആദരപൂർവ്വവും സ്വാഗതം ചെയ്യുന്നു. കൂടാതെ ഇന്ന് ഈ പ്രോഗ്രാമിൽ പങ്കെടുക്കുന്നതിന് വേണ്ടി ഈ സൂം പ്ലാറ്റ്ഫോമിൽ എത്തിയിട്ടുള്ള എല്ലാ ബഹുമാന്യരായ ഡോക്ടേഴ്സിനെയും ഹോമിയോപ്പതി സ്നേഹികളെയും സ്റ്റുഡൻസിനെയും അതുപോലെ തന്നെ ഇന്ന് നല്ലൊരു പ്രാർത്ഥനാ ഗീതം ആലപിച്ച ഹൃദയെയും സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്തുകൊണ്ട് നിർത്തുന്നു. നമസ്കാരം. വളരെ നന്ദി ശൈല ഡോക്ടറെ. നമുക്ക് ഈ പ്രോഗ്രാമിലേക്ക് ഏറ്റവും ഉത്തമനായ ഒരു വ്യക്തിയെ തന്നെയാണ് കിട്ടിയിട്ടുള്ളത്. കാരണം എല്ലാ കാര്യങ്ങളും വളരെ സൂക്ഷ്മമായി നിരീക്ഷിക്കുകയും വളരെ സൗമ്യമായ ഭാഷയിലും യാഥാർത്ഥ്യബോധം ഉൾക്കൊണ്ട് സംസാരിക്കുന്ന ആദരണീയനായ സാർ. അദ്ദേഹത്തിന്റെ ഒരു പ്രത്യേകത വെച്ചാൽ സ്വാതന്ത്ര്യം കിട്ടുന്നതിന് മുമ്പുള്ള ആളാണ്. അപ്പൊ ബ്രിട്ടീഷ് ഇന്ത്യയിലെ ജനിച്ച സാറാണ്. അപ്പൊ ഈ ഇത്രയും വർഷം കഴിഞ്ഞപ്പം ഈ ഒരു കാലത്തെക്കുറിച്ച് അവലോകനം നടത്താൻ ഏറ്റവും യോഗ്യനായ വ്യക്തിയെ തന്നെ ഭാഗ്യത്തിൽ നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ കഴിഞ്ഞ ഇത്രയും വർഷങ്ങളിലെ സാറിന്റെ അനുഭവങ്ങൾ, ഓർമ്മകൾ എല്ലാം പങ്കുവെക്കുന്നതിനായിട്ട് ആദരണീയനായ ജസ്റ്റിസ് ഹരിഹരൻ നായർ സാറിനെ ക്ഷണിക്കും. സാർ പ്ലീസ്. നമസ്തേ, കേൾക്കാമോ? കേൾക്കാം സാർ. എത്ര മിനിറ്റാണ് അനുവദിച്ചിട്ടുള്ളത്? ഒരു 20 മിനിറ്റ് എടുക്കാം സാറേ. ശരി, അങ്ങനെ ആകട്ടെ. അപ്പോ ഹോമിയോ കുടുംബത്തിലെ ഏവർക്കും എൻ്റെ സ്വാതന്ത്ര്യദിന ആശംസകൾ. നമസ്കാരം. കച്ചവടത്തിനായി ഇന്ത്യയിലെത്തിയ ഈസ്റ്റ് ഇന്ത്യ കമ്പനി പതുക്കെ നമ്മെ കീഴടക്കി അടിമകളാക്കിയതിൻ്റെ കഥ ഗാന്ധിജിയും സുഭാഷ് ചന്ദ്രബോസും സഹന സമരത്തിലൂടെയും ജപ്പാനുമായി ചേർന്നുള്ള യുദ്ധതന്ത്രങ്ങളിലൂടെയും അവരെ തുരത്തി സ്വാതന്ത്ര്യം നേടി തന്നതിൻ്റെ കഥ, സ്വതന്ത്ര ഭാരതത്തിൻ്റെ നാളതുവരെയുള്ള കുതിച്ചുചാട്ടത്തിൻ്റെ കഥ, ഇതെല്ലാം നിങ്ങൾക്കെല്ലാം അറിയാം. അതൊന്നും ആവർത്തിച്ച് പറഞ്ഞ് നിങ്ങളെ ബോറടിപ്പിക്കാൻ എനിക്ക് ഉദ്ദേശമില്ല. എന്നാൽ നിങ്ങളിൽ 99% പേരും സ്വതന്ത്ര ഭാരതത്തിൽ ജനിച്ചവരാണ്. നിങ്ങൾക്ക് കിട്ടിയിട്ടില്ലാത്ത എൻ്റെ അനുഭവജ്ഞാനം നിങ്ങളുമായി പങ്കുവയ്ക്കാനാണ് എൻ്റെ ശ്രമം. എങ്ങനെയായിരുന്നു ബ്രിട്ടീഷ് ഭരണകാലത്ത് തിരുവിതാംകൂർ ഭാഗത്തെ സാധാരണക്കാർ ജീവിച്ചിരുന്നത്? എന്തൊക്കെ ബുദ്ധിമുട്ടുകളാണ് ഞങ്ങളന്ന് അനുഭവിച്ചത്? അന്ന് ആലോചിക്കാൻ പോലും കഴിയാത്ത എന്തൊക്കെയാണ് നമുക്കിന്ന് ലഭ്യമായിരിക്കുന്നത്? ഇതൊക്കെ സ്വന്തം അനുഭവത്തിൽ നിന്ന് നിങ്ങളോട് പങ്കുവയ്ക്കാൻ മാത്രമേ ഞാൻ ഉദ്ദേശിക്കുന്നുള്ളൂ. ഞാൻ സൈലന്റ് ജനറേഷൻ അതിലുൾപ്പെടുന്ന ആളാണ്. നിങ്ങളാകട്ടെ ബേബി ബൂമേഴ്സും ജനറേഷൻ എക്സുകാരും ഒക്കെയാണ്. ഏതായാലും സ്വാതന്ത്ര്യ ദിനത്തിലെ എനിക്ക് 6 വയസ്സും 3 മാസമായിരുന്നു പ്രായം. ജനന മരണ രജിസ്റ്ററിലും മറ്റും രജിസ്ട്രേഷനും മറ്റും ഇല്ലാതിരുന്നതിനാൽ സ്കൂളിൽ ചേരാനായി എത്തുന്ന സമയം കുട്ടിയുടെ ബന്ധുക്കൾ പറഞ്ഞു കൊടുക്കുന്ന തീയതിയാണ് ജനന തീയതി ആയി സ്കൂളിൽ ചേർക്കുന്നത്. സ്കൂളിൽ ചേരാൻ 5 വയസ്സ് പൂർത്തിയായിരിക്കണമെന്ന് നിർബന്ധമായിരുന്നതിനാൽ 5 വയസ്സിനടുത്തെത്തിയവർ ജനന തീയതിയൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് പറഞ്ഞു കൊടുക്കുന്നതാണ് അന്നത്തെ പതിവ്. ഒരു 4.5 വയസ്സായിരുന്നാലും സ്കൂളിൽ ചേരണമല്ലോ എന്ന് വിചാരിച്ച് 5 വയസ്സ് കണക്കാക്കി ഒരു തീയതിയൊക്കെ പറഞ്ഞു കൊടുക്കും.
അതാണ് രേഖയിൽ വരിക. പിൽക്കാലത്ത് പെൻഷൻ കാര്യത്തിൽ നിർണായകമാവുന്നതും അന്ന് ശരിക്കും 5 വയസ്സ് പൂർത്തിയാകാത്തവരും 1-ാം ക്ലാസ്സിൽ ചേർന്നു എന്ന് വരും. അവരപ്പോഴാണ് ദുഃഖിക്കുന്നത്, നേരത്തെ കള്ളത്തീയതി പറഞ്ഞു കൊടുത്തതിൻ്റെ. പക്ഷേ ചേരുന്നത് 1-ാം ക്ലാസ്സിൽ തന്നെ ആകണമെന്നില്ല. 5 വയസ്സ് പൂർത്തിയായവർക്ക് 3-ാം ക്ലാസ്സിൽ നേരിട്ട് പ്രവേശനം ലഭിക്കും. നമ്മളിപ്പോൾ വീണ്ടും തിരിച്ചവിടെ വന്നിരിക്കുകയാണ്. അത് ഒരു ക്ലാസ്സിൽ ചേരാനായിട്ട് അടിസ്ഥാന യോഗ്യത ഒന്നും വേണ്ട, നിങ്ങൾക്ക് അറിയാം നല്ല ജ്ഞാനം ഉണ്ടെങ്കിൽ നിങ്ങൾ പഠിക്കുക എന്നുള്ളതാണ് ഇപ്പോഴും. നമ്മൾ തിരിച്ചു വന്നിരിക്കുകയാണ് അവിടെ. അപ്പോൾ 2-ാം ക്ലാസ് വരെ പഠിപ്പിക്കുന്ന പാഠങ്ങൾ വീട്ടിലിരുന്ന് പഠിച്ച് തയ്യാറായി ചെന്നാൽ മതി 3-ാം ക്ലാസ്സിൽ ചേരാൻ. എൻ്റെ മുത്തച്ഛനാകട്ടെ ഒരു ഹൈസ്കൂൾ അധ്യാപകൻ. എന്നെ 3-ാം വയസ്സിൽ തന്നെ എഴുത്തിന് ഇരുത്തിയെന്ന് മാത്രമല്ല വീട്ടിൽ വെച്ച് പഠിപ്പിക്കാനും തുടങ്ങി. 5 വയസ്സായപ്പോഴേക്കും അക്ഷരമാല മുഴുവൻ ഹൃദയസ്ഥമാക്കിയെന്ന് മാത്രമല്ല കൂട്ടാനും കുറയ്ക്കാനും ഗുണിക്കാനും ഹരിക്കാനും എല്ലാം പഠിച്ചു. ഇവയ്ക്ക് പുറമെ എഞ്ചുവടിയും കുറച്ചൊക്കെ ടേബിൾസ്, അന്ന് അത് നിർബന്ധമാണ്. കാരണം ചക്രം, സർക്കാർ ചക്രം 28, സർക്കാർ രൂപ 28 ചക്രവും ബ്രിട്ടീഷ് രൂപ 28 അരച്ചക്രവും. അപ്പോൾ 28ൻ്റെയൊക്കെ ഗുണിതം ടേബിൾസ് പഠിക്കണം. ഇവയ്ക്ക് പുറമെ 5-ാം വയസ്സിൽ 3-ാം ക്ലാസ്സിൽ ചേരുമ്പോൾ ഇതെല്ലാം അറിഞ്ഞിരുന്നതിനാൽ പഠന കാര്യത്തിൽ എനിക്ക് ബുദ്ധിമുട്ട് അനുഭവപ്പെട്ടില്ല. തിരുവിതാംകൂറും കൊച്ചിയും ഒക്കെ അന്ന് രാജഭരണത്തിലായിരുന്നു. മലബാർ ആകട്ടെ മദ്രാസ് പ്രസിഡൻസിയുടെ ഭാഗമായി ബ്രിട്ടീഷുകാരുടെ നേരിട്ടുള്ള ഭരണത്തിൽ. തലശ്ശേരിയിലായിരുന്നു മലബാറിലെ ഏക ജില്ലാ കോടതി. അവിടെ ജില്ലാ ജഡ്ജി ബ്രിട്ടീഷുകാരനായിരുന്ന ലോഗൻ എന്ന വ്യക്തിയായിരുന്നു. 5000-ലധികം ചതുരശ്ര അടി വിസ്തീർണമുള്ള വിശാലമായ ഒരു ബംഗ്ലാവിലായിരുന്നു അന്ന് അവിടുത്തെ ജില്ലാ ജഡ്ജിയായ ലോഗൻ്റെ താമസം. പിൽക്കാലത്ത് തലശ്ശേരി ജില്ലാ ജഡ്ജിയായി 1990-91 കാലത്ത് അതേ ലോഗൻസ് ബംഗ്ലാവിൽ താമസിക്കാനുള്ള നിയോഗം എനിക്ക് ലഭിച്ചു. ബ്രിട്ടീഷുകാർക്ക് കപ്പം നൽകിയാണെങ്കിലും നേരിട്ടുള്ള ഭരണം മഹാരാജാവിൻ്റെതായിരുന്നതിനാൽ തിരുവിതാംകൂറുകാർ ബ്രിട്ടീഷ് ഭരണത്തിൻ്റെ കാർക്കശ്യം മലബാറിലുള്ളവർ അനുഭവിച്ച അത്രയും തന്നെ അനുഭവിച്ചില്ല എന്നതാണ് വാസ്തവം. 2 കിലോമീറ്റർ അകലെയുള്ള പ്രൈമറി സ്കൂളിലേക്ക് 5 വയസ്സുകാരനായ ഞാൻ അയലത്തെ ഒരു ചേച്ചിയുടെ കൈ പിടിച്ച് അതിൻ്റെ പിൻബലത്തിലാണ് നടന്നു പോയിരുന്നത്. പോകുന്ന വഴിക്ക് വയലുകളുണ്ട്, തോടുകളുണ്ട്, അവയുടെ വശങ്ങളിലുള്ള ബണ്ടുകളുണ്ട്. വീതി കുറഞ്ഞ വയൽ വരമ്പുകളിലൂടെ വേണം കൂടുതലും നടക്കേണ്ടത്. അതിനാൽ ഇടയ്ക്കൊക്കെ ചെളിയിലും വെള്ളത്തിലുമൊക്കെ വീണിട്ടാവും സ്കൂളിലെത്തുക. ദേഹത്തും വസ്ത്രങ്ങളിലും പറ്റുന്ന ചേറും മറ്റും കഴുകി തരുന്നത് പലപ്പോഴും സ്കൂളിനടുത്ത വീട്ടുകാരാണ്. റോഡിൽ കാള വലിക്കുന്ന വണ്ടികളാണ് ഉള്ളത്. ഇവയിൽ ചരക്ക് കയറ്റുന്ന വണ്ടിക്ക് ചക്കട വണ്ടിയെന്നും അതിൻ്റെ ശബ്ദം അങ്ങ് ചക്കട കടകട കേൾക്കുന്നുണ്ടായിരിക്കും. നാട്ടിലെ പ്രമുഖനായ വ്യക്തിക്ക് മാത്രം കൈവശമുണ്ടായിരുന്ന യാത്രയ്ക്കുള്ള കാളവണ്ടിയെ വില്ലുവണ്ടി എന്നുമാണ് പേര് പറഞ്ഞിരുന്നത്. അതിന് ചെറിയൊരു സ്പ്രിംഗ് സംവിധാനം കൂടുതലായി ഉണ്ടായിരുന്നതിനാലാണ് വില്ലുവണ്ടി എന്ന് പേര് വന്നത്. റോഡിൽ സാധാരണ 2 വില്ലുവണ്ടികളെ അന്ന് കാണാറുണ്ടായിരുന്നുള്ളൂ. ഒന്ന് അകത്ത് ചെണ്ട കൊട്ടി പോകുന്ന സിനിമാ വണ്ടി, പുറകെ പാഞ്ഞെത്തുന്ന ഞങ്ങൾക്ക് 4 മൈൽ അകലെയുള്ള സിനിമാ കൊട്ടകയിൽ അന്ന് നടക്കുന്ന സിനിമയുടെ കഥാവിവരങ്ങൾ അടങ്ങുന്ന ബിറ്റ് നോട്ടീസ് നൽകുന്ന പരസ്യവണ്ടി. മറ്റേത് ലിപ്ടൺ ടീ കമ്പനിയുടെ വിതരണ സംവിധാനമാണ്. വലിയ കടകൾക്ക് സമീപം അത് നിർത്തി കടക്കാരന് തേയിലയുടെ സ്റ്റോക്ക് ആഴ്ചയിലൊരിക്കൽ അവർ പുതുക്കി നൽകും. കാക്കി നിക്കറും വെള്ള ഷർട്ടും തലയിൽ കാക്കി നിറത്തിലുള്ള ബ്രിട്ടീഷ് ഹാറ്റുമാണ് അയാളുടെ വേഷം. കാരണം ബ്രിട്ടീഷുകാരുടെ നേരിട്ടുള്ള എംപ്ലോയ്മെൻ്റാണ്. അപ്പോൾ സാഹിബിൻ്റെ വേഷം കുറച്ചൊക്കെ കൊടുത്തു. ഗ്രാമം പൊതുവെ സ്വയം പര്യാപ്തമായിരുന്നു. നെല്ലും വാഴയും മാത്രമല്ല, ഉഴുന്നും പയറും കപ്പലണ്ടിയും എല്ലാം കൃഷി ചെയ്യും വയലിൽ. എല്ലാ പണികൾക്കും സ്പെഷ്യലിസ്റ്റുകൾ. ഓരോ ഗ്രാമത്തിനും വീട് പണിക്കും കലപ്പ നിർമ്മിക്കാനും വെവ്വേറെ സ്പെഷ്യലിസ്റ്റ് ഉണ്ട്. കൂടാതെ ഓരോ ഗ്രാമത്തിലും ഒരു കൊല്ലൻ, ഒരു മേസൺ എന്നിവരുടെ എല്ലാം വീടുകൾ അവിടെ എല്ലാവർക്കും അവരുടെ വീടുകൾ അറിയാം. വിവിധ ഭാഗങ്ങളിലായിട്ടായിരിക്കും. ഫോണില്ലാത്ത ആ കാലത്ത് ഇവരെ പണിക്കായി വിളിച്ചുകൊണ്ട് പോകേണ്ട ചുമതല എന്നെ പോലുള്ള അന്നത്തെ ബാലന്മാർക്കാണ്. റണ്ണേഴ്സാണ്. പോസ്റ്റ് റണ്ണർ എന്നൊക്കെ പറയുന്നത് പോലെ ഈ റണ്ണർ ജോലിയാണ് അന്ന് കിട്ടിയിരുന്നത്. പക്ഷേ ഇത് കൂടെ കൊണ്ടു നടക്കാൻ ഒരു ടയറിൻ്റെ കഷ്ണം ഉണ്ടായിരുന്നുകൊണ്ട് വണ്ടി ഓടിച്ചു പോകുമ്പോൾ രസമാണ്, എത്ര ദൂരം വേണമെങ്കിലും പോകാം. മുന്തിയ നാട്ടിലുള്ള തടിയും
പഞ്ഞിയും മറ്റ് പ്രകൃതി വിഭവങ്ങളും എല്ലാം ഇംഗ്ലണ്ടിലേക്ക് കടത്തിയിട്ട് അവിടെ നിന്ന് സകലതും ഉണ്ടാക്കി അമിത നിരക്കിൽ നമുക്ക് തിരികെ എത്തിച്ചു തരുന്ന ഒരു സംവിധാനമായിരുന്നു ബ്രിട്ടീഷുകാർ പിന്തുടർന്ന് വന്നിരുന്നത്. അതിൻ്റെ ഫലമായി പ്രൈമറി സ്കൂളിൽ നോട്ട് ബുക്കിന് പകരം എഴുതാനുള്ള സ്ലേറ്റ്, അതിനുള്ള പെൻസിൽ എന്നിവ മാത്രമല്ല, മുന്തിയ ക്ലാസ്സുകളിൽ എഴുതാൻ ഉപയോഗിക്കുന്ന പെൻസിൽ മായ്ക്കാനുള്ള ഇറേസർ, റബ്ബർ എന്നീ സർവ്വ സാധനങ്ങളും മെയ്ഡ് ഇൻ ഇംഗ്ലണ്ട് എന്ന് അച്ചടിച്ചാണ് അവിടെ മണ്ണെണ്ണയും തുണിയും. ആണുങ്ങൾ ഇന്നത്തെ രീതിയിലുള്ള അടിവസ്ത്രങ്ങളൊന്നും തന്നെ അന്ന് ലഭ്യമായിരുന്നില്ല. ആണുങ്ങൾ ഉപയോഗിക്കുന്നത് മുണ്ടും കൗബീനവും. സ്ത്രീകൾക്ക് എന്നാണ് പേരിലുള്ള ഇന്നത്തെ ബ്രേസിയറിന് ഒരു സംവിധാനം, മുണ്ട് ഉപയോഗിച്ചുള്ള തറ്റുടുക്കൽ, അതായിരുന്നു സംവിധാനം. ഇന്ന് നമ്മൾ കിലോമീറ്റർ, കിലോഗ്രാം, ഗ്രാം എന്നൊക്കെ പറയുന്നതിന് പകരം ബ്രിട്ടീഷുകാരുടെ കാലത്ത് FPS സിസ്റ്റമാണ്, ഫുട്ട് പൗണ്ട് സെക്കൻഡ് സിസ്റ്റം. അപ്പോൾ എത്ര അടി, മീറ്ററിന് പകരം അന്ന് അടിയാണ്, അടിക്കണക്കാണ് എല്ലാം ഉപയോഗിച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ നീളം അല്ല, വെയിറ്റിന് പൗണ്ടാണ്, ഇപ്പോഴത്തെ കിലോഗ്രാം അല്ല, അത് സെക്കൻഡ് സെയിം തന്നെ. അപ്പോൾ FPS സിസ്റ്റം അതാണ് അന്ന് ഫോളോ ചെയ്തിരുന്നതെന്ന് പ്രത്യേകം ഓർക്കുന്നു. പെട്രോൾ പമ്പ് അപൂർവമായിട്ടുള്ള സ്ഥലത്തൊക്കെ ഗാലൻ കണക്കിലാണ്, എത്ര ഗാലൻ പെട്രോൾ അടിക്കുന്നു അതിനുള്ള വിലയാണ് അവിടെ എഴുതിയിരിക്കുന്നത്, ഇന്നത്തെ പോലെ ലിറ്റർ അല്ല. ഗാന്ധിജിയുടെ ആഹ്വാനത്തെ തുടർന്ന് എൻ്റെ അച്ഛനും കുറച്ച് അയൽക്കാരുമായി വൈകുന്നേരങ്ങളിൽ ഒരു സ്കൂൾ മാസ്റ്ററെ വീട്ടിൽ വരുത്തി ഹിന്ദി പഠിച്ചിരുന്നതായി ഓർക്കുന്നു. വയോജന വിദ്യാഭ്യാസം ഹിന്ദിക്ക്. ഒരു ചർക്കയിൽ നൂല് നൂൽക്കാനും അവിടെ ശ്രമം നടന്നു. കാരണം ഗാന്ധിയുടെ ആഹ്വാനം അത്ര ശക്തമായിരുന്നു, നാട്ടിൻപുറങ്ങളിലൊക്കെ അത് എത്തി, അതിൻ്റെ അലകൾ. അപ്പോൾ അദ്ദേഹം പറയുന്നതൊക്കെ ചെയ്യാനുള്ള, അദ്ദേഹം ഹിന്ദി പഠിക്കാൻ പറഞ്ഞു, എല്ലാവരും ഹിന്ദി പഠിക്കാൻ തുടങ്ങി. അദ്ദേഹം ചർക്കയിൽ നൂല് നൂൽക്കാൻ പറഞ്ഞു, അതും ശ്രമിക്കുന്നു. ഗാന്ധിജി വെടിയേറ്റ് മരിച്ച ദിവസം എൻ്റെ മുത്തച്ഛൻ ഏങ്ങിക്കരയുന്ന രംഗവും ഇപ്പോഴും ഓർമ്മയിലുണ്ട്. ഗാന്ധിയുടെ പേര് പറയുന്നത് പോലും അക്കാലത്ത് ബഹുമാനത്തോടെയും അങ്ങേയറ്റം സ്നേഹപൂർവ്വമായിരുന്നു. റാങ്കും എൻട്രൻസും ഒന്നും നിലവിൽ വരാതിരുന്ന അക്കാലത്ത് സ്കൂൾ വിട്ടു വന്നു കഴിഞ്ഞുള്ള വൈകുന്നേരങ്ങളിൽ മാത്രമല്ല, അവധി ദിവസങ്ങളിൽ പൂർണ്ണമായും കളിച്ച് തിമിർക്കാൻ കുട്ടികൾക്കെല്ലാം അനുമതി. കുടുംബാസൂത്രണം നിലവിലില്ലാതിരുന്നതിനാലും പെൺകുട്ടികളുടെ വിവാഹ പ്രായം 16 ആയിരുന്നതിനാലും മിക്ക അയൽവീടുകളിലും സമപ്രായക്കാർ ധാരാളം ഉണ്ടായിരിക്കും. ശനി ഞായർ ദിവസങ്ങളിലും വെക്കേഷൻ കാലത്തും ഇഷ്ടം പോലെ കളിക്കാം, പന്ത് ഉപയോഗിക്കാം, മരം കയറാം, ഒളിച്ചു കളിക്കാം. കാലത്ത് പ്രഭാത ഭക്ഷണം കഴിഞ്ഞാൽ നേരെ അടുത്ത വീട്ടിലേക്ക്. ഒരു വീട്ടിനും മതിലോ തടസ്സങ്ങളോ ഇല്ല. അയലത്തെ കുട്ടിയെയും കൂട്ടി നേരെ അതിനടുത്ത വീട്ടിലേക്ക്. 4-5 പേരായാൽ കളി തുടങ്ങാം. അപ്പോഴേക്കും മറ്റ് വീടുകളിലെ കുട്ടികളും വന്നെത്തും. ഏക പ്രശ്നം ആർക്കും ചെരുപ്പില്ല എന്നുള്ളതാണ്. വീട്ടിലുമില്ല, സ്കൂളിൽ പോകാനുമില്ല. അതിനാൽ കാലിൽ മുള്ളു തറയ്ക്കുക എന്നുള്ളത് സർവ്വസാധാരണം. അതെടുത്തു കളയാൻ മറ്റുള്ളവർ സഹായിക്കും. അവർക്ക് പറ്റിയില്ലെങ്കിൽ വീട്ടിലെത്തുമ്പോൾ അമ്മയുടെ സർജറി, സേഫ്റ്റി പിൻ ഉപയോഗിച്ചുള്ള സർജറിയിൽ പ്രശ്നം തീരും. അങ്ങനെ ഒരു സുന്ദരമായ കുട്ടിക്കാലമായിരുന്നു ബ്രിട്ടീഷ് ഭരണകാലത്തും അത് കഴിഞ്ഞുള്ള 8-10 വർഷങ്ങളിലും. അപ്പോഴേക്കും പഞ്ചവത്സര പദ്ധതികൾ വന്നെത്തി. സ്വതന്ത്ര ഭരണത്തിൻ്റെ ഗുണഫലങ്ങൾ ഓരോന്നായി ലഭ്യമായി തുടങ്ങി. വിവാഹങ്ങൾക്കും മറ്റ് ആഘോഷങ്ങൾക്കും നടത്തിയിരുന്ന കഞ്ഞി വീഴ്ത്തൽ എന്ന പരിപാടിക്കും ഇതുപോലെയുള്ള സദ്യകൾ നടത്തുമ്പോൾ ശിഷ്ടം വരുന്ന ഭക്ഷണം എടുത്തുകൊണ്ട് പോകാൻ വന്നിരുന്ന ദരിദ്രരുടെയും എണ്ണം കുറഞ്ഞു വന്നു. അവസാനം അത് തീരെ ഇല്ലാതായി. എൻ്റെ അക്കാലത്തുള്ള ഓർമ്മയിൽ ഇത് വളരെ സാധാരണമായ ഒരു കാഴ്ചയായിരുന്നു. ഒരു വീട്ടിൽ എന്തെങ്കിലും ഒരു പരിപാടി ഉണ്ടെന്ന് പറഞ്ഞാൽ അതിൻ്റെ വാർത്ത മറ്റു സ്ഥലങ്ങളിൽ എത്തിക്കുന്നത് മീൻ കച്ചവടത്തിന് വരുന്നവരാണ്. അവരുടെ തുറയിൽ പോയി പറയും. തുറയിൽ നിന്ന് ഒരു വറ്റം ആളുകൾ വന്ന് എത്ര മിച്ചമുണ്ടെങ്കിലും അതെല്ലാം അവരുടെ പാത്രത്തിൽ കൊണ്ടുവന്ന് എല്ലാം കൊണ്ടുപോകും. കാരണം പട്ടിണി അത്രമാത്രം ഉണ്ടായിരുന്നു. വാഹനം, എൻ്റെ ആദ്യ സ്കൂട്ടർ ലഭിച്ചത് ബുക്കിംഗ് കഴിഞ്ഞ് 6 വർഷങ്ങൾക്ക് ശേഷം. ഫിയറ്റ് കാറും മറ്റും ബുക്ക് ചെയ്തെടുത്ത് പുറത്ത് കൈമാറിയാൽ 10,000 കൂടുതൽ കിട്ടും മാർജിൻ.
എല്ലാത്തിനും വെയിറ്റിംഗ് പീരീഡ്. വീട് വയ്ക്കാൻ കമ്പിയോ സിമൻറ്റോ വേണമെങ്കിൽ അതിനും ബുക്ക് ചെയ്ത് കാത്തിരിക്കണം. ഈ കാലതാമസത്തിൻ്റെ ഉപോൽപ്പന്നമായി വന്നെത്തിയതാകട്ടെ കരിഞ്ചന്തയും കള്ളക്കടത്തും. എൻ്റെ കുട്ടിക്കാലത്ത് എൻ്റെ നാട്ടിൽ മാത്രമല്ല, പോസ്റ്റ് ഓഫീസിൽ പോലും ഫോണില്ല. അടിയന്തരമായി വാർത്ത അറിയിക്കണമെങ്കിൽ കമ്പി അടിക്കുക. BSNLൻ്റെ ഒരു ഫോൺ ലഭിക്കാനും വേണ്ടിയിരുന്നു വർഷങ്ങളുടെ കാത്തിരിപ്പ്. ഇന്നിതാ ഫ്രീ കാൾ സംവിധാനവുമായിട്ടാണ് നെറ്റ് കണക്ഷൻ്റെ വരവ്. ഒരു സ്ഥലത്ത് തന്നെ എത്ര പേരുടെ ഓഫറാണ്. വൈദ്യുതിയും റേഡിയോയും എൻ്റെ നാട്ടിൽ വന്നെത്തിയത് സ്വാതന്ത്ര്യ ലബ്ധിക്ക് ശേഷം വർഷങ്ങൾ കഴിഞ്ഞ്. റേഡിയോ വന്നതിനൊപ്പം തന്നെ വന്നു അത് ഉപയോഗിക്കാൻ പോസ്റ്റ് ഓഫീസിൽ പോയി ഫീസ് അടച്ച് ലൈസൻസ് എടുക്കണമെന്നുള്ള വ്യവസ്ഥ. 1956 തിരുക്കൊച്ചി സംയോജനം നടക്കുന്നതുവരെയും ഈ ലൈസൻസ് സമ്പ്രദായം ഉണ്ടായിരുന്നു റേഡിയോയ്ക്ക്. വലിയ റേഡിയോ ആയിരുന്നാലും പോക്കറ്റ് റേഡിയോ ഇല്ലായിരുന്നു. ചെറിയ റേഡിയോ ആയിരുന്നാലും എല്ലാത്തിനും ഇത് വേണം. എടുത്ത ലൈസൻസ് പുതുക്കിയില്ലെന്ന് പറഞ്ഞ് ഒരു നോട്ടീസ് ഒരിക്കൽ എനിക്കും കിട്ടി. പൊട്ടിപ്പൊളിഞ്ഞ റേഡിയോ നേരിൽ കൊണ്ട് പോസ്റ്റ് മാസ്റ്ററെ കാണിച്ച് ബോധ്യപ്പെടുത്തിയാണ് ശിക്ഷയിൽ നിന്നും ഒഴിവായത്. ലൈസൻസ് ഇല്ലാതെ TV ഉപയോഗിക്കാമെന്ന സ്ഥിതി വന്നതോടെ ലൈസൻസ് എടുക്കാത്തവരുടെ റേഡിയോ കണ്ടുപിടിച്ച് ശിക്ഷിക്കുന്ന നടപടികൾ ഇല്ലാതായി. അവസാനം ഔപചാരികമായി ഇത് പിൻവലിച്ചത് 1985 മാത്രമായിരുന്നു. സൈക്കിൾ ഉപയോഗിക്കണ്ടേ? സൈക്കിൾ ഉപയോഗിക്കാനും വേണം ലൈസൻസ്. നഗരസഭ ലൈസൻസ് നിർബന്ധമാക്കി. ഞാനും പോയി സൈക്കിളുമായി തിരുവനന്തപുരം നഗരസഭ ഓഫീസിൽ ക്യൂ നിന്ന് മെറ്റൽ ലൈസൻസ് സൈക്കിളിൽ പിടിപ്പിച്ചു. 1970 കാലത്ത് ആ സൈക്കിളിൻ്റെ ലൈസൻസ് നിന്നു. ഇന്ന് ഓരോ കാർ ഡീലർമാരും 2 വീലർ ഡീലർമാരും ലോൺ ഓഫറുകളുമായി ഇങ്ങോട്ട് വന്ന് ഏറ്റവും പുതിയ മോഡലുകൾ അടിച്ചേൽപ്പിക്കാൻ ക്യൂ നിൽക്കുമ്പോൾ ബുക്ക് ചെയ്ത് 7ാം വർഷം എനിക്ക് ലഭിച്ച വെസ്പ സ്കൂട്ടറിൻ്റെ പുതുമയോർത്ത് ചിരി വരുന്നു. പാസ്പോർട്ടിൻ്റെ കാര്യവും ഏതാണ്ട് സമാന സ്വഭാവം. പോലീസ് സ്റ്റേഷനിൽ ക്ലിയറൻസിനായി പല പ്രാവശ്യം കയറി ഇറങ്ങിയിരുന്ന പഴയ കാലവും ഇന്ന് ഓർമ്മ മാത്രം. അപേക്ഷിച്ചാൽ ദിവസങ്ങൾക്കകം പാസ്പോർട്ട് വീട്ടിലെത്തുമെന്ന മാറ്റം സമൂല പരിവർത്തനം തന്നെ ഉണ്ടാക്കി. ട്രങ്കാളിൻ്റെ കാലവും പോയി. പലപ്പോഴും ദൂര സ്ഥലങ്ങളിലേക്ക് ട്രങ്ക് ബുക്ക് ചെയ്താൽ രാത്രി 12 മണിയാകുമ്പോൾ അതുവരെ കാള് മെച്ചൂറാകാതെ അത് ക്യാൻസലാവും. പിന്നെ രാത്രി എണീറ്റിരുന്ന് അടുത്ത കാൾ ബുക്ക് ചെയ്താൽ പിറ്റേ ദിവസം ചിലപ്പോൾ കാള് കിട്ടിയെന്ന് വരും. അത്രമാത്രം ബുദ്ധിമുട്ടായിരുന്നു. ഭാരതത്തിൽ എവിടെയും ഫ്രീ ആയി തൽക്ഷണം നേരിട്ട് ഡയൽ ചെയ്ത് സംസാരിക്കാമെന്നുള്ള ഇന്നത്തെ സ്ഥിതി എത്രമാത്രം മാറ്റങ്ങളാണ് കൊണ്ടുവന്നത്. കാശിൻ്റെ ചിലവില്ലാതെ ഇഷ്ടം പോലെ UPI വഴി തുക നൽകാം. UPI അത്രമാത്രം സാധാരണം. ഈ ഇടയ്ക്ക് ആൻഡമാൻസിൽ പോയിരുന്നു. അവിടെയും ഉണ്ട് കടകളിൽ ഈ എല്ലാ ചെറിയ കടകളുടെ മുമ്പിൽ പോലും QR കോഡും സംവിധാനങ്ങളും. പലയിടത്തും ഇൻ്റർനെറ്റ് ഫ്രീ. ഇപ്പോഴിതാ പ്രൈവറ്റ് കമ്പനി സ്പേസ് റോക്കറ്റും ഉണ്ടാക്കി തുടങ്ങിയിരിക്കുന്നു. ബ്രിട്ടീഷ് ഭരണം തുടർന്നിരുന്നുവെങ്കിൽ ഈ മാറ്റങ്ങളൊന്നും ചിന്തിക്കാൻ പോലും സാധ്യമാകുമായിരുന്നില്ല. സ്വാതന്ത്ര്യത്തിൻ്റെ വില അത്രമാത്രമാണ്. ഇനി നമ്മുടെ കുതിച്ചുചാട്ടത്തിൻ്റെ കണക്കുകൾ ഒന്ന് നോക്കിയാലേ $3.92 ട്രില്യൺ നാമമാത്ര GDP-യുമായി ലോകത്തെ 6ാമത്തെ സമ്പദ് വ്യവസ്ഥയായിരുന്നു. വളർച്ചാ നിരക്ക് കുറവ്. ഇന്ന് ലോകത്തിലെ ഏറ്റവും വേഗത്തിൽ വളരുന്ന പ്രധാന സമ്പദ് വ്യവസ്ഥയായി നമ്മൾ തുടരുന്നു. 2026-27 വളർച്ചാ നിരക്ക് 7 കഴിഞ്ഞ് 8ലേക്ക് പോകും എന്നുള്ള ഒരു പ്രതീക്ഷ ഉണ്ടായിരുന്നെങ്കിലും 2 യുദ്ധങ്ങൾ വന്നെത്തിയോട് അതുപോലെയുള്ള സംഭവങ്ങൾ വന്നപ്പോൾ അത് കുറഞ്ഞു. ഇപ്പോൾ 6.6% ആണെന്ന് പറയപ്പെടുന്നു നമ്മുടെ സമ്പദ് വ്യവസ്ഥയുടെ പുരോഗതി. വിദേശ നാണ്യശേഖരം 692.9 ബില്യൺ ജൂലൈ 26 അവസാനത്തിൽ. ബഹിരാകാശ മേഖല ലോകത്ത് 6ാം സ്ഥാനം. നിലവിലെ മൂല്യം
40-45 ബില്യണാക്കി ഉയർത്തി മൂന്നാമത്തെ വലിയ ബഹിരാകാശ സമ്പദ് വ്യവസ്ഥയാകാൻ നമ്മൾ ലക്ഷ്യമിടുന്നു. സ്വകാര്യ ബഹിരാകാശ ശേഷി US, ചൈന എന്നിവയ്ക്ക് ശേഷം സ്വതന്ത്ര സ്വകാര്യ ഭ്രമണപഥ വിക്ഷേപണ ശേഷിയുള്ള മൂന്നാമത്തെ രാജ്യമായി ഇന്ത്യ. ബഹിരാകാശ സ്റ്റാർട്ടപ്പുകൾ 2014 1-ൽ നിന്ന് 2026 400-ലധികമായി വർദ്ധിച്ചു. പ്രതിരോധ മേഖല, സൈനിക ശക്തി, ഗ്ലോബൽ ഫയർ പവർ 2026 റാങ്കിംഗ് പ്രകാരം ലോകത്തെ 4ാമത്തെ ശക്തമായ സൈന്യം. ആണവ ശേഖരം 190 പോർമുനകൾ ജനുവരി 2026. ഇപ്പോൾ അതും കൂടി ഇരിക്കാം. സാങ്കേതിക മേഖലയിൽ ഡിജിറ്റൽ സമ്പദ് വ്യവസ്ഥ നടപ്പിലായി ലോകത്തെ 5ാമത്തെ ഡിജിറ്റലൈസ് ചെയ്ത രാജ്യമാണ് ഭാരതം. ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ആഗോള AI പ്രകടനത്തിൽ 4ാം സ്ഥാനത്താണ് ഭാരതം. ലോകത്തെ 2ാമത്തെ വലിയ AI വിഭവശേഖരം നമ്മുടെ കയ്യിലുണ്ട്. ഡിജിറ്റൽ സേവന കയറ്റുമതി $328 ബില്യൺ മൂല്യത്തിൽ ലോകത്തെ 4ാമത്തെ വലിയ ഡിജിറ്റൽ സേവന കയറ്റുമതിക്കാരായി നമ്മൾ തുടരുന്നു. ഇന്ത്യൻ വംശജരായ CEO-മാർ ഫോർച്യൂൺ 500 കമ്പനികളുടെ 10% നയിക്കുന്നു ഇന്ന്. ഇവയുടെ സംയോജിത വിപണി മൂല്യം $6.5 ട്രില്യൺ കവിയുന്നു. സ്വർണശേഖരം 880.52 മെട്രിക് ടൺ മാർച്ച് 2026 കണക്ക്. എണ്ണ ശേഖരം 60 ദിവസത്തെ ക്രൂഡ് ഓയിൽ ശേഖരം. തന്ത്രപ്രധാന ശേഖരണ ശേഷി 5.33 ദശലക്ഷം ടൺ. ഭക്ഷ്യധാന്യ ശേഖരം കേന്ദ്ര പൂളിൽ 122 ദശലക്ഷം ടൺ. ജൂണിൽ ഔദ്യോഗിക ബഫർ അവരുടെ സാധാരണ കണക്കിൽ ആവശ്യമുള്ളതിൻ്റെ 3 ഇരട്ടിയിലധികം ബഫർ സ്റ്റോക്ക് നമ്മുടെ കയ്യിലുണ്ട്. ഈ പെട്രോളിൻ്റെയൊക്കെ ബഫർ സ്റ്റോക്കിൻ്റെ വില നമ്മൾ അറിഞ്ഞത് കഴിഞ്ഞ ഇപ്പോഴത്തെ നടന്നുകൊണ്ടിരിക്കുന്ന യുദ്ധത്തിൻ്റെ ഇമ്പാക്റ്റ് വന്നപ്പോഴാണ്. പല രാജ്യങ്ങളിലൊക്കെ അത് വില കണ്ടമാനം കുതിച്ചു ചാടിയപ്പോൾ നമ്മുടെ ഒരു പെട്രോൾ പമ്പ് പോലും അടഞ്ഞു കിടന്നില്ല. എല്ലായിടത്തും ഉണ്ടായിരുന്നു. ചെറിയ തുകയുടെ വ്യത്യാസം മാത്രമേ വന്നുള്ളൂ എന്നുള്ളതെല്ലാം ഈ ബഫർ സ്റ്റോക്കിൻ്റെ എല്ലാം നേട്ടമാണ്. ഇങ്ങനെ കുതിച്ചു ചാടുന്ന ഭാരതത്തിൻ്റെ വികസിത 2047 വികസിത ഭാരതമാകണമെന്ന ലക്ഷ്യത്തിലേക്കുള്ള യാത്രയിൽ നമുക്ക് എല്ലാവർക്കും അഭിമാനിക്കാം, കൂടുതൽ കരുത്താർജിക്കാം. നമ്മുടെ രാഷ്ട്ര നേതാക്കളുടെ പുറകിൽ ശക്തമായി പിന്തുണയോടുകൂടി ഒന്നിച്ചു ചേരാം. ജയ് ഹിന്ദ്. നന്ദി സാർ. വളരെ ഈ കുറഞ്ഞ സമയം കൊണ്ട് തന്നെ വലിയൊരു യാത്ര നടത്തി എന്നുള്ളതാണ്. പി ഭാസ്കരൻ പറഞ്ഞ പോലെ സമയമാം നദി പിറകോട്ടൊഴുകി സംഭവ മലരുകൾ വിരിഞ്ഞു വീണ്ടും. 3 വയസ്സിലോട്ട് സാറെ അക്ഷരം പഠിച്ചാലും സ്കൂളിൽ പോയ കാര്യവും വരമ്പിൽ കൂടെ യാത്ര ചെയ്തും സൈക്കിൾ പഠിച്ച ഒരുപാട് വളരെ രസകരമായിട്ടും വളരെ ഭംഗിയായിട്ടും SK പൊറ്റക്കാരനെ അനുസ്മരിപ്പിക്കുന്ന രീതിയിലാണ് സാറിൻ്റെ ആ വാചകങ്ങൾ, ഇത് സെന്റൻസിന്റെ സ്ട്രക്ചറിങ് വളരെ മനോഹരം. സാറൊന്ന് എഴുതിയാൽ നല്ല രസമായിരിക്കും തോന്നുന്നു, കേട്ടോണ്ടിരിക്കാൻ തോന്നുന്നു. വളരെ ഭംഗിയായിരുന്നു. അതുപോലെ തന്നെയാണ് ഒരു സാമ്പത്തിക വിദഗ്ധന്റെ അല്ലെങ്കിൽ ഒരു പ്ലാനിംഗ് ബോർഡിന്റെ തലപ്പത്തേക്ക് എത്തേണ്ട വ്യക്തി കൂടിയാണെന്ന് തോന്നിയപ്പോൾ അത്ര കൃത്യമായിട്ട് അക്കാര്യങ്ങൾ പറയുണ്ടായി. രാജ്യത്തിന്റെ ഡെവലപ്മെന്റ് ഇൻഡെക്സ് എത്ര കൃത്യമായിട്ട് സാറ് പറഞ്ഞു എന്നുള്ളതാണ്. അപ്പൊ സാർ അതിന് നല്ല വർക്ക് കേട്ടിട്ടുണ്ട്. വളരെ സന്തോഷം തോന്നുന്നു കേട്ടപ്പോൾ. അടുത്തതായിട്ട് നമ്മുടെ ആദരണീയനായ പ്രസിഡന്റ് ഇസ്മായിൽ സേർ സാർ പ്ലീസ്. ജയചന്ദ്രൻ ഡോക്ടറിലേക്ക് കേൾക്കാം. അപ്പൊ ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു കേൾക്കാമല്ലോ ഡോക്ടറെ? കേൾക്കാം ഡോക്ടർ പറയൂ. ശരി. അപ്പൊ സുഹൃത്തുക്കളെ, ഇന്ന് ആഗസ്റ്റ് 15 ഇന്ത്യ രാജ്യത്തിന് സ്വാതന്ത്ര്യം കിട്ടിയ ദിനമാണ്. ഞാൻ ജനിക്കുന്നതിന് മുമ്പ് നടന്ന സംഭവങ്ങൾ, അതേപ്പറ്റി എൻ്റെ പിതാവ് പണ്ട് സിംഗപ്പൂരിലായിരുന്ന കാലത്ത് 2ാം ലോക മഹായുദ്ധത്തിൽ ശ്രീ നേതാജി സുഭാഷ് ചന്ദ്രബോസുമായി ചേർന്ന INA-യിൽ പ്രവർത്തിക്കുകയുണ്ടായി. ആ കാലത്തെ പറ്റി അദ്ദേഹം പറഞ്ഞു തന്നിരുന്ന കാര്യങ്ങൾ ഞാൻ ഇവിടെ ഒന്ന് ഓർക്കുകയാണ്. ഈ പറയുന്നതിൽ എന്തെങ്കിലും തെറ്റുകുറ്റങ്ങൾ ഉണ്ടെങ്കിൽ സദയം ക്ഷമിക്കണം. ഇന്ന് ഇന്ത്യയുടെ 80ാമത്തെ സ്വാതന്ത്ര്യ ദിനമാണ്. ഈ അവസരത്തിൽ പതാക ഉയർത്തൽ, പരേഡ്, വെടിക്കെട്ട്, ദേശഭക്തി ഗാനാലാപനങ്ങൾ, ദേശീയ ഗാനാലാപനം എന്നീ ആഘോഷങ്ങൾ രാജ്യത്തുണ്ട്. ഇന്ത്യൻ പ്രധാനമന്ത്രി, ഇന്ത്യൻ രാഷ്ട്രപതി എന്നിവരുടെ പ്രസംഗം ഇവയിൽ വളരെ പ്രധാനമാണ്.
ചരിത്രം തികഞ്ഞു നോക്കുകയാണെങ്കിൽ 17-ാം നൂറ്റാണ്ട് മുതൽ യൂറോപ്യൻ വ്യാപാരികൾ ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിൽ കാലുകുത്താൻ തുടങ്ങി. 18-ാം നൂറ്റാണ്ടോടെ ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി സൈനിക ശക്തിയിലൂടെ പ്രാദേശിക രാജ്യങ്ങളെ കീഴടക്കി പ്രബല ശക്തികളായി മാറി. 1857 ഒന്നാം സ്വാതന്ത്ര്യ സമരത്തിന് ശേഷം ഇന്ത്യ ഗവൺമെന്റ് ആക്ട് 1858 അനുസരിച്ച് ബ്രിട്ടീഷ് രാജഭരണകൂടം ഇന്ത്യയുടെ മേൽ നേരിട്ടുള്ള നിയന്ത്രണം ഏറ്റെടുത്തു. 1985 രൂപീകരിച്ച ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് പാർട്ടി ഇന്ത്യയിലുടനീളം വ്യാപിച്ചു. പിന്നീട് രാജ്യവ്യാപകമായി നിസ്സഹകരണ പ്രസ്ഥാനങ്ങളിലൂടെ മഹാത്മാഗാന്ധിയുടെ നേതൃത്വത്തിലുള്ള പ്രത്യേക അഹിംസാ മാർഗങ്ങളും ആരംഭിച്ചു. ഇത്തരത്തിൽ സ്വാതന്ത്ര്യ സമര പോരാട്ടങ്ങളുടെ പ്രത്യേകതയും മഹാത്മാഗാന്ധിയുടെ ത്യാഗഫലവുമായിട്ടാണ് നമുക്ക് സ്വാതന്ത്ര്യം നേടിക്കിട്ടിയത്. ബ്രിട്ടീഷ് ഭരണം അവസാനിച്ച് ഇന്ത്യ സ്വാതന്ത്ര്യം നേടിയും 1947 ഇന്ത്യ ഒരു സ്വതന്ത്ര രാജ്യമായതിൻ്റെയും ഓർമ്മയ്ക്കാണ് എല്ലാ വർഷവും ആഗസ്റ്റ് 15 ഇന്ത്യൻ സ്വാതന്ത്ര്യ ദിനമായി ആചരിക്കുന്നത്. ഈ ദിവസം രാജ്യത്ത് ദേശീയ അവധിയാണ്. രാജ്യത്തുടനീളം അന്നേ ദിവസം ഇന്ത്യയുടെ ദേശീയ പതാക ഉയർത്തുന്നു. അന്നേ ദിവസം ഡൽഹിയിലെ ചെങ്കോട്ടയിൽ ഇന്ത്യൻ പ്രധാനമന്ത്രി ദേശീയ പതാക ഉയർത്തി രാജ്യത്തെ അഭിസംബോധന ചെയ്യും. വ്യോമാക്രമണം തുടർന്നതിൻ്റെ ഭാഗമായി ചെങ്കോട്ട ഇപ്പോൾ ഒരു നോൺ ഫ്ലൈ സോണായി മാറിയിരിക്കുകയാണ്. തൻ്റെ സർക്കാർ നടത്തിയ പ്രവർത്തനങ്ങൾ, രാജ്യം കഴിഞ്ഞ വർഷം നേടിയ നേട്ടങ്ങൾ എന്നീ അംഗീകാരങ്ങൾ, രാജ്യം അഭിമുഖീകരിക്കുന്ന പ്രധാന പ്രശ്നങ്ങൾ എന്നിവയെല്ലാം പ്രധാനമന്ത്രിയുടെ പ്രസംഗത്തിൽ ഉണ്ടാകുമായിരുന്നു. ഒപ്പം പ്രശ്ന പരിഹാരങ്ങളുടെ നിർദ്ദേശവും കൂടുതൽ വികസിത രാജ്യങ്ങളുടെ ആഹ്വാനവും ഉണ്ടാവും. ഇന്ത്യൻ സ്വാതന്ത്ര്യത്തിനുള്ള ഈ യാത്രയിൽ അന്തരിച്ചവർക്കുള്ള ആദരാഞ്ജലികളും അന്നേ ദിവസം പ്രധാനമന്ത്രി രാജ്യത്തിന് സമർപ്പിക്കും. പതാക ഉയർത്തൽ ചടങ്ങുകൾ, സാംസ്കാരിക പരിപാടികൾ തുടങ്ങിയ ഇന്ത്യയിൽ സ്വാതന്ത്ര്യദിനം ആചരിക്കുന്നു. ഇന്ത്യയിലെ 3 ദേശീയ അവധി ദിനങ്ങളിൽ ഒന്നാണ് സ്വാതന്ത്ര്യദിനം. മറ്റ് 2 ദേശീയ അവധി ദിനങ്ങൾ ജനുവരി 26 റിപ്പബ്ലിക് ഡേയും ഒക്ടോബർ 2 മഹാത്മാഗാന്ധിജിയുടെ ജന്മദിനവുമാണ്. എല്ലാ ഇന്ത്യൻ സംസ്ഥാനങ്ങളിലും കേന്ദ്രഭരണ പ്രദേശങ്ങളിലും സ്വാതന്ത്ര്യദിനം ആചരിക്കുന്നു. സ്വാതന്ത്ര്യദിനത്തിൻ്റെ തലേ ദിവസം രാഷ്ട്രപതി നമ്മുടെ രാഷ്ട്രത്തെ അഭിസംബോധന ചെയ്ത് സംസാരിക്കും. ഓഗസ്റ്റ് 15 ദില്ലിയിലെ ചെങ്കോട്ടയിൽ പ്രധാനമന്ത്രി ഇന്ത്യൻ പതാക ഉയർത്തും. അതിൻ്റെ ബഹുമാനാർത്ഥം 21 ആചാരവടികൾ നിറയൊഴിക്കുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. പ്രസംഗത്തിന് ശേഷം സ്വാതന്ത്ര്യ സമര സേനാനികൾക്ക് അദ്ദേഹം ആദരാഞ്ജലികൾ അർപ്പിക്കുകയും പിന്നീട് ഇന്ത്യൻ ദേശീയ ഗാനമായ ജനഗണമന ആലപിക്കുകയും ചെയ്യും. ഇന്ത്യൻ സായുധ സേനയുടെയും അർദ്ധസൈനിക വിഭാഗങ്ങളുടെയും പരേഡുകളും ഘോഷയാത്രകളും അന്നുണ്ടാകും. സ്വാതന്ത്ര്യ സമരത്തിൻ്റെയും ഇന്ത്യയുടെ വൈവിധ്യமான സാംസ്കാരിക പാരമ്പര്യങ്ങളുടെയും രംഗങ്ങൾ പ്രദർശിപ്പിക്കുന്നു. സമാന സംഭവങ്ങൾ സംസ്ഥാനങ്ങളിലും നടക്കുന്നുണ്ട്. സംസ്ഥാനങ്ങളിൽ മുഖ്യമന്ത്രിമാർ ദേശീയ പതാക ഉയർത്തുകയും പതാക ഉയർത്തൽ ചടങ്ങുകളും സാംസ്കാരിക പരിപാടികളും രാജ്യത്തുടനീളം സർക്കാർ സ്ഥാപനങ്ങളിൽ നടന്നു വരുന്നു. ആ അവസരം സ്കൂളുകളിലും കോളേജുകളിലും പതാക ഉയർത്തുകയും മറ്റ് സാംസ്കാരിക പരിപാടികളും നടക്കുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. ഇന്ത്യൻ തപാൽ വകുപ്പ് ഓഗസ്റ്റ് 15 സ്വാതന്ത്ര്യ സമര സേനാനികളുടെ ദേശീയ വിഷയങ്ങളുടെയും പ്രതിരോധവുമായി ബന്ധപ്പെട്ട വിഷയങ്ങളും ചിത്രീകരിക്കുന്ന സ്മാരക സ്റ്റാമ്പുകളും പ്രസിദ്ധീകരിക്കുന്നുണ്ട്. ലോകമെമ്പാടുമുള്ള ഇന്ത്യൻ പ്രവാസികൾ, പ്രത്യേകിച്ചും ഇന്ത്യയിൽ കുടിയേറ്റക്കാർ കൂടുതലുള്ള പ്രദേശങ്ങളിൽ സ്വാതന്ത്ര്യദിനം ആഘോഷിക്കുന്നുണ്ട്. ന്യൂയോർക്ക്, മറ്റ് US നഗരങ്ങൾ പോലുള്ള സ്ഥലങ്ങളിൽ ഓഗസ്റ്റ് 15 ഇന്ത്യ ദിനമായി മാറിയിരിക്കുകയാണ്. ഈ ദിനത്തിൽ പരേതനായ നമ്മുടെ ഗാന്ധിജി അപ്പൂപ്പനെയും അദ്ദേഹത്തിനോടൊപ്പം സ്വാതന്ത്ര്യ സമരത്തിന് വേണ്ടി ത്യാഗങ്ങൾ വളരെയധികം അനുഭവിച്ചവരെയും ഓർത്തുകൊണ്ടും അവരെയൊക്കെ നമിച്ചുകൊണ്ടും നമുക്ക് ഈ ദിനം നല്ലൊരു സുദിനമായി ആഘോഷിക്കാം. എന്നെ ഈ ചടങ്ങിൽ 2 വാക്ക് പറയാൻ വേണ്ടി എന്നെ ക്ഷണിച്ച ഡോക്ടർ മനോജിനും ഡോക്ടർ ശൈല ഡോക്ടർക്കും എൻ്റെ സ്നേഹം നിറഞ്ഞ നന്ദി അറിയിച്ചുകൊണ്ട് എൻ്റെ ഈ വാക്ക് ചുരുക്കുന്നു. തെറ്റുകുറ്റങ്ങളുണ്ടെങ്കിൽ ക്ഷമിക്കണേ. ഓക്കെ, വളരെ നന്ദി ഡോക്ടർ. തെറ്റുകുറ്റങ്ങൾ ഒന്നും തന്നെ വളരെ മനോഹരമായി ഡോക്ടർ സംസാരിച്ചു.
ചേട്ടൻ സാറേ റെഡിയാണോ സാറേ? ചേട്ടൻ സാർ അൺമ്യൂട്ട് ചെയ്യാമോ? മഹാത്മാഗാന്ധി നോൺ വയലൻസ് ഏറ്റെടുത്തത്. നോൺ വയലൻസിൽ കൂടെ ചെയ്യാൻ പറ്റാത്ത ഒന്നുമില്ല എന്ന് അദ്ദേഹം തെളിയിച്ചാണ് ഇന്ത്യ സ്വതന്ത്രമായത്. എങ്ങനെ തന്നെയാണെങ്കിലും അതിന് മുമ്പ് ത്യാഗം സഹിച്ചവരെയും തൂക്കിലേറ്റിയവരെയൊക്കെ നമ്മൾ വളരെയധികം സ്മരിക്കേണ്ട സമയം ഉണ്ട്. നമ്മൾ പലപ്പോഴും ചെയ്യാറുണ്ട്. നമ്മൾ അവസാന ഘട്ടത്തിൽ ഉണ്ടായിരുന്ന കുറച്ച് ആളുകൾ മാത്രമേ എപ്പോഴും ബഹുമാനിക്കാറുള്ളൂ. അതിനോട് എനിക്ക് സത്യം പറയാൻ മാനസികമായിട്ട് ഒരു വിദ്വേഷമുണ്ട്. ഞാൻ പലയിടത്തും പറഞ്ഞിട്ടുള്ളതാണ് കാര്യം. മഹാത്മാഗാന്ധിയെ നിഗ്രഹിക്കുകയല്ല, മഹാത്മാഗാന്ധിയെ ശരിയായുള്ള ആത്മാർത്ഥമായ സ്നേഹത്തോടും ബഹുമാനത്തോടും കൂടി മരിച്ചുകൊണ്ടാണ് പറയുന്നത്. അദ്ദേഹത്തിന്റെ പ്രസ്ഥാനമാണ് ഏറ്റവും വലിയ പ്രസ്ഥാനമായിരുന്നു. പക്ഷെ ആദ്യം ഈ വയലൻസ് നിവൃത്തിയില്ല വന്നപ്പോഴാണ് അദ്ദേഹം ഈ ഏറ്റെടുത്തത്. കുറച്ചും കൂടെ ഭഗത് സിംഗിന് സമയം കിട്ടിയിരുന്നെങ്കിൽ അവരൊക്കെ അന്ന് നടത്തുമായിരുന്നു. ഇന്ന് നടന്നില്ലെങ്കിൽ സത്യം പറയാൻ ഇന്ന് ഈ കാണുന്ന അക്രമം കുറഞ്ഞാണ്. ഒരു വയലൻസ് ഇല്ലാതെ കൃഷി സ്വാതന്ത്ര്യമായതുകൊണ്ട് ഈ വിലയില്ലാതെ നമ്മൾ പലരും കാണുന്നത്. അത് മാറ്റണം. നമ്മൾ ഒരുപാട് ത്യാഗം സഹിച്ചിട്ടുണ്ടെന്നുള്ള കാര്യം സ്മരിക്കുകയും ത്യാഗത്തിന് വില കൊടുക്കുകയും ചെയ്താൽ മാത്രമേ നമ്മുടെ സ്വാതന്ത്ര്യത്തിന്റെ പ്രതിഷ്ഠാനം നമുക്ക് ആസ്വദിക്കാൻ പറ്റുകയുള്ളൂ. എന്റെ ഉറച്ച വിശ്വാസമാണ്, ഉറച്ച തീരുമാനമാണ് ഞങ്ങൾ പങ്കുവെക്കുകയാണ്. ഓക്കെ എന്റെ അഭിപ്രായം പറഞ്ഞോളൂ കേട്ടോ. ഓക്കെ സാർ. എല്ലാവർക്കും അഭിപ്രായങ്ങൾ പറയാം. ഓക്കെ സാർ, തീർച്ചയായിട്ടും വളരെ സന്തോഷം. സാറ് പറഞ്ഞ പോലെ അത് പ്രത്യേകിച്ച് നമുക്കറിയാം 19-ാം വയസ്സിൽ തൂക്കിലേറ്റ വക്കം അബ്ദുൽ ഖാദർ മുതൽ ഉൾപ്പെടെ എത്രയോ പേര്, ധാരാളം പേരുണ്ട്. അപ്പൊ അദ്ദേഹം അതിന് ഏറ്റവും ഒരു മാതൃകയായി അല്ലെങ്കിൽ ഒരു സിമ്പലായി മാറി എന്നുള്ളതാണ് പരമാർത്ഥം. എന്തായാലും സാറ് പറഞ്ഞത് വളരെ കറക്റ്റ് ആണ്. സാറിന് കഴിവിൽ തുടരുക. രമാദേവ് ഡോക്ടറെ കേൾക്കാമോ? കേൾക്കാം. ഈ നമ്മുടെ ഈ 80-ാം സ്വാതന്ത്ര്യദിന ആഘോഷത്തിൽ പങ്കെടുക്കാൻ വന്ന എല്ലാവർക്കും എൻ്റെ വിനീതമായ നമസ്കാരം. പിന്നെ എന്നെ സംബന്ധിച്ചോളം എനിക്ക് സ്വാതന്ത്ര്യദിനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് അറിയാവുന്നത്, അന്ന് ഞാൻ എൻ്റെ അമ്മയുടെ വയറ്റിൽ 4 മാസം അമ്മ ഗർഭിണിയായിരുന്നു എന്നെ. ആ സമയത്താണ് ഓഗസ്റ്റ് 15th ആ സമയത്ത് അവിടെ പടക്കമൊക്കെ പൊട്ടിച്ച് പിള്ളേരെ അത് ആഘോഷിച്ചു. ആ സമയത്ത് വയറ്റിൽ കിടന്ന് ഞാൻ അനങ്ങിന്നാ പറയണത്. അപ്പൊ ഇപ്പൊ ഞാൻ വിചാരിക്കാറുണ്ട് 4.5 മാസം ആവാതെ ആദ്യത്തെ മൂവ്മെന്റ് ഉണ്ടാവില്ല എന്നുള്ളതാണ് നമ്മൾ പഠിച്ചേക്കണത്. പക്ഷെ 4 മാസം ആയപ്പോഴത്തേക്കും ഞാൻ വയറ്റിൽ കിടന്നിങ്ങനെ, അപ്പൊ എല്ലാരും പറഞ്ഞു കൊച്ചു പേടിച്ചു കരയാന്നും പറഞ്ഞിട്ട്, അല്ല പേടിച്ചതാണെന്നും പറഞ്ഞുകൊണ്ട് അകത്ത് പോയിരിക്കാൻ പറഞ്ഞു എന്നാ പറയണത്. പക്ഷെ പിന്നെ എൻ്റെ അമ്മ പറയും അന്ന് പേടികൊണ്ടായിരുന്നില്ല, സന്തോഷം കൊണ്ടായിരുന്നു ഞാൻ അനങ്ങിയതെന്ന്. കാരണം എവിടെ വെടിക്കെട്ട് കേട്ടാലും എനിക്ക് ഭയങ്കര സന്തോഷമായിരുന്നു. ഞാനത് കണ്ടുകൊണ്ട് നല്ല എൻജോയ് ചെയ്തിരിക്കുമായിരുന്നു. പിന്നെ അത് കഴിഞ്ഞ് പിന്നെ എൻ്റെ ഓർമ്മ ഒരു 4 വയസ്സ് വരെ എൻ്റെ ഓർമ്മ, ഒരു സ്കൂളിന്റെ രാവർമ്മ യൂണിയൻ സ്കൂളിന്റെ ഒരു റോഡിന്റെ അപ്പുറത്ത് സ്കൂളാണെങ്കിൽ ഇപ്പുറത്ത് എൻ്റെ വീട്. അപ്പോൾ എല്ലാ ടീച്ചേഴ്സ് എല്ലാ ആവശ്യത്തിനും ഞങ്ങളുടെ വീട്ടിലാണ് വരുന്നത്. അപ്പോൾ ഈ ഇൻഡിപെൻഡൻസ് ഡേ എന്ന് പറഞ്ഞാൽ എൻ്റെ ഓർമ്മ കുറെ കൊടി കിട്ടും, കുറെ മിഠായി കിട്ടും. അതായിരുന്നു എൻ്റെ ഓർമ്മ. അത് ഒരു 4 വയസ്സ് വരെ. അത് കഴിഞ്ഞ് ഇപ്പൊ ഹരിഹരൻ സാറ് പറഞ്ഞ പോലെ 3 വയസ്സ് 4 മാസം ഉള്ളപ്പോ എന്നെ 5 വയസ്സൊന്നും പറഞ്ഞിട്ട് കൊണ്ടുവന്ന് സ്കൂളിൽ ചേർത്തു. കാരണം വീട്ടിലെ ശല്യം സഹിക്കാൻ വയ്യാതെ കൊണ്ട് വിട്ടതാണ്. എനിക്കറിയാം ഇന്ന് ഞാൻ ഇങ്ങനെയാണെങ്കിൽ അന്ന് എങ്ങനെയായിട്ടുണ്ടാവും. അതുകൊണ്ട് എന്തായാലും അങ്ങനെ കൊണ്ട് വിട്ടു. അപ്പൊ എനിക്ക് 3.25 വയസ്സേ ഉള്ളൂ. 5 വയസ്സൊന്നും കൊണ്ട് സ്കൂളിൽ കൊണ്ട് വിട്ടു. അത് കഴിഞ്ഞ് ഒരു 7ാം ക്ലാസ് വരെയൊക്കെ എനിക്ക് ഇൻഡിപെൻഡൻസ് ഡേ അന്ന് ഇങ്ങനെ പതാക ഉയർത്തുന്നതും നമുക്ക് മിഠായി തരുന്നതും ഒക്കെ ആയിരുന്നു. പിന്നെ 5ാം ക്ലാസ്സിൽ വെച്ച് ഞങ്ങളുടെ ജനഗണമന അതേപോലെ കുറെ ഗ്രൂപ്പ് ഉണ്ട്. അതിലെ ഒരു ഗ്രൂപ്പിൽ ഞങ്ങളുടെ ആയിരുന്നു നാഷണൽ ആന്തത്തിന്റെ ഇത് പാടുന്നതിൽ ഫസ്റ്റ് കിട്ടിയത്. അതിനുശേഷം എല്ലാം ഞങ്ങൾ 3 പേരാണ് എല്ലാ ഫംഗ്ഷനും നാഷണൽ ആന്തം പാടുന്നത് ഞങ്ങൾ 3 പേരുമായിരുന്നു. അത് ഒരു 5ാം ക്ലാസ് 6ാം ക്ലാസ് വരെ എൻ്റെ ഓർമ്മ. അതും കഴിഞ്ഞ് 7ാം ക്ലാസ്സിലായപ്പോൾ ഞാൻ ഈ എക്സ്റ്റംബർ സ്പീച്ചിനും എലക്യൂഷനും ഒക്കെ എനിക്ക് ഫസ്റ്റ് പ്രൈസ് കിട്ടുമായിരുന്നു. അപ്പൊ എല്ലാത്തിനും ഞാൻ ചാടി കയറും ഇതല്ലേ. അപ്പൊ ഒരു തവണത്തെ എലക്യൂഷന്റെ സ്പീച്ച് ഇൻഡിപെൻഡൻസ് ഡേ ആയിരുന്നു, സ്വാതന്ത്ര്യ ദിനം.
അപ്പോൾ ഞാൻ ഇങ്ങനെ അതിനെപ്പറ്റി ഇങ്ങനെ അച്ഛനോട് എന്തൊക്കെ പോയിന്റ്സ് ആണ് ഞാൻ നോക്കി പഠിക്കേണ്ടതെന്നൊക്കെ ചോദിച്ചപ്പോൾ എൻ്റെ അച്ഛൻ പറഞ്ഞത്, ഞാൻ 7ാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴാണ്, ഇന്നും എനിക്കത് ഇങ്ങനെ എന്താ പറയണേ വ്യക്തമായിട്ട് എൻ്റെ മനസ്സിൽ കാണുന്നുണ്ട്. അപ്പം എൻ്റെ അടുത്ത് പറയുന്നത് 1947 ഓഗസ്റ്റ് 15 സ്വാതന്ത്ര്യം കിട്ടി. പക്ഷെ ആ സ്വാതന്ത്ര്യം കിട്ടിയത് ഒരു ദിവസത്തെ ഒരു പ്രത്യേക തീരുമാനത്തിൽ അല്ല. അതിനു മുൻപ് വർഷങ്ങളോളം, ഇപ്പൊ സേട്ട് പറഞ്ഞ പോലെയും ഈ വർഷങ്ങളോളം അതിനുവേണ്ടി ത്യാഗവും ധൈര്യവും നിശ്ചയദാർഢ്യവും എല്ലാം കാണിച്ച് നമുക്ക് ആ സ്വാതന്ത്ര്യം നേടിത്തന്ന കുറേ പുണ്യാത്മാക്കളുണ്ട്. അവരെ സ്മരിച്ചുകൊണ്ട് വേണം നമ്മൾ ആ പതാക ഉയർത്താൻ എന്ന് എൻ്റെ അച്ഛൻ പറഞ്ഞ അത് ഞാൻ അന്ന് ആ എലക്യൂഷൻ്റെ ഞാൻ എഴുതിയ എലക്യൂഷൻ്റെ പോയിന്റിൽ ഒന്ന് അതായിരുന്നു. എനിക്കത് അത്തവണ എനിക്ക് പ്രൈസ് കിട്ടിയിട്ടുണ്ട്. പിന്നെ അത് കഴിഞ്ഞിട്ട് പിന്നെ പറയുന്നത്, നമ്മൾ സ്വാതന്ത്ര്യം കിട്ടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഉത്തരവാദിത്വം കിട്ടി എന്നാണ് അർത്ഥം. അതായത് അതിനു മുൻപ് ആ ബ്രിട്ടീഷ് ഭരണകാലത്ത് ഇതിന്റെ ആ സമയത്ത് നമ്മുടെ ഹെൽപ്ലെസ്നെസ് കൊണ്ട് അവരനുവദിച്ചു തരുന്നത് നമുക്ക് അനുഭവിക്കാമെന്നല്ലാതെ നമുക്ക് നമ്മുടേതായ ഒരു സ്വാതന്ത്ര്യം ഉണ്ടായിരുന്നില്ല. ഏത് കാര്യത്തിലായാലും അവർ നമ്മളെ എക്സ്പ്ലോയിറ്റ് ചെയ്യായിരുന്നു. പക്ഷേ സ്വാതന്ത്ര്യം കിട്ടിയപ്പോഴത്തേക്കും നമുക്ക് നമ്മുടെ രാജ്യത്തിനോട് തന്നെ നമുക്കൊരു ഉത്തരവാദിത്വം. അപ്പോൾ നമ്മൾ കൂടുതൽ കെയർഫുൾ ആവണം. അന്നത്തെ പോലെ കെയർലെസ് ആവുകയല്ല, കിട്ടുന്നത് അനുഭവിക്കാമെന്ന് വിചാരിക്കലല്ല, അതിന് ഉത്തരവാദിത്വത്തോടുകൂടി ഏത് ഫീൽഡിലായാലും, വിദ്യാഭ്യാസപരമായാലും തൊഴിൽപരമായാലും ബാക്കി ഏത് പ്രവൃത്തിയിലും നമ്മൾ പൂർണ്ണ ഉത്തരവാദിത്വത്തോടെ നമ്മൾ പെരുമാറണം എന്നുള്ളതാണ് നമുക്ക് സ്വാതന്ത്ര്യം കിട്ടിയതിൻ്റെ അടുത്ത നമ്മുടെ ഉത്തരവാദിത്വം എന്നും പറഞ്ഞ് എൻ്റെ അച്ഛൻ എനിക്ക് ആ പോയിന്റ് പറഞ്ഞു തന്നു. പിന്നെ എന്താ പറയണേ, ഒരു എല്ലാ വർഷവും ഞങ്ങൾ ആ സ്വാതന്ത്ര്യ ദിനാഘോഷങ്ങളിൽ പങ്കെടുക്കാറുണ്ട്. പിന്നെ അതൊക്കെയാണ് എനിക്ക് പറയാനുള്ളത്. പിന്നെ ഇനിയൊന്ന് പറയാനുള്ളത്, എൻ്റെ ജീവിതത്തിൽ ഒരു പ്രധാന വഴിത്തിരിവ് വന്നത് ഒരു ഓഗസ്റ്റ് 15 ആയിരുന്നു. അതും കൂടി നിങ്ങളോട് പറഞ്ഞിട്ട് ഞാൻ നിർത്തുകയാണ്. നന്ദി, നമസ്കാരം. ഓക്കെ. അതെ, ഡോക്ടർ വിവാഹത്തിലേക്ക് നയിച്ച ഒരു കാര്യത്തെക്കുറിച്ച് ഡോക്ടർ പറയുന്നത്, ഡോക്ടർ ജീവിത പങ്കാളിയെ കണ്ടെത്തിയതും യാദൃച്ഛികമായിരുന്നെന്നും അങ്ങനെയൊക്കെ ഡോക്ടർ രസകരമായിട്ട് പറയുകയുണ്ടായി. അതാണ് ഡോക്ടർ ഉദ്ദേശിച്ചത്. വളരെ നന്ദി ഡോക്ടറെ പങ്കെടുത്തതിൽ. നമുക്കൊരു 5 മിനിറ്റ് സമയം ബാക്കിയുണ്ട്. ഇപ്പം ജസ്റ്റിസ് ഹരിഹരൻ നായർ സാർ എന്നൊരു വീഡിയോയിൽ പറയുന്നുണ്ടായി, ആർട്ടിക്കിൾ 51A, അതായത് സിറ്റിസൺസ്, പൗരന്മാരുടെ ചുമതലകൾ എന്നൊരു പ്രധാന ഭാഗം കൂടിയുണ്ട്. അപ്പൊ ഈ സ്വാതന്ത്ര്യത്തിന്റെ 80ാം വർഷത്തിൽ നമ്മൾ അതിനെക്കുറിച്ച് കൂടുതൽ ചർച്ച ചെയ്യുകയും 100ാം വർഷം ആവുമ്പോഴത്തേക്കെങ്കിലും ആ ഒരു ബോധത്തിലേക്ക് രാജ്യത്തിന് എത്താൻ കഴിയണമെന്ന് പ്രതീക്ഷിക്കുന്നു. സാർ എന്ത് ഹരിഹരൻ സാറേ? ഞാൻ കേൾക്കുന്നുണ്ട്. 51A മൗലിക ചുമതലകളെ പറ്റിയാണ് പറയുന്നത്. ഇപ്പോ ഈ സ്വാതന്ത്ര്യം എന്ന് പറയുന്നത് ആബ്സല്യൂട്ട് അല്ല. നമുക്ക് സ്വാതന്ത്ര്യം മാത്രം അനുഭവിക്കാം എന്ന് പറയുന്നത് ശരിയല്ല. സ്വാതന്ത്ര്യം അനുഭവിക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഡിസ്ചാർജ് ചെയ്യേണ്ട ചുമതലകൾ കൂടി നിർവഹിക്കേണ്ട ഒരു ബാധ്യതയുണ്ട്. അത് കുറേ അധികം പറയുന്നുണ്ട്. റെസ്പെക്ട് ദി നാഷണൽ ഫ്ലാഗ്, നാഷണൽ ആന്തം തുടങ്ങിയിട്ട് പ്രധാനമായിട്ട് 51A പറയുന്നത് സ്ട്രൈവ് ടുവേർഡ്സ് എക്സലൻസ് ഇൻ ഓൾ സ്ഫിയേഴ്സ് ഓഫ് ഇൻഡിവിജ്വൽ ആൻഡ് കളക്റ്റീവ് ആക്ടിവിറ്റി so that the nation constantly rises to higher levels of endeavor and achievement. ഏത് കാര്യം ചെയ്യുമ്പോഴും എക്സലൻസിന് ശ്രമിക്കണം, അത് വരണം. പിന്നെ സ്ത്രീകളെ ബഹുമാനിക്കണമെന്നുണ്ട്, പബ്ലിക് പ്രോപ്പർട്ടി യാതൊരു കാരണവശാലും നഷ്ടപ്പെടുത്തരുതെന്നുണ്ട്. അങ്ങനെ ഒരു വലിയ ലിസ്റ്റുണ്ട്. ഞാനിപ്പോൾ എൻ്റെ മുമ്പിൽ ഓർത്ത് പറയാനായിട്ട് എല്ലാം പറയാനൊക്കില്ല. പക്ഷേ ഇങ്ങനെയുള്ള മറ്റ് ജീവജാലങ്ങളോട് കരുണ കാണിക്കേണ്ടത്, പ്രകൃതി സംരക്ഷണം, നമ്മളിന്ന് ചെയ്യാത്ത കാര്യങ്ങളെല്ലാം അതിൽ വരുന്നു. ഗാന്ധിജിയുടെ ഒരു പ്രധാന പരിപാടി ശുചിത്വമായിരുന്നല്ലോ. ഈ വേസ്റ്റ് മാനേജ്മെൻ്റ് ഒക്കെ അദ്ദേഹത്തിൻ്റെ പോളിസിയിൽ ഉൾപ്പെട്ടതായിരുന്നു. നമ്മളതൊക്കെ മറന്നു പോകുന്നു. ഇതൊന്നും ഇല്ലാതെ കൊണ്ട് റോഡിൽ എല്ലാം വലിച്ചെറിഞ്ഞിട്ട് രോഗങ്ങൾ വന്ന് ആളുകൾ ബുദ്ധിമുട്ടുന്നു. പിന്നെ ഇത് ഒഴുകിപ്പോകാൻ നിവൃത്തിയില്ലാതെ ഫ്ലഡിങ് ഉണ്ടാകുന്നു, ഇല്ലേ? എന്നിട്ട് സ്വാതന്ത്ര്യം എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ നടന്നാൽ മതിയോ? ഒരു ഉത്തരവാദിത്വമില്ലാതെ. ഇതൊക്കെ ചെയ്യണം. നമ്മൾ ചെയ്യേണ്ട ഓരോ കാര്യങ്ങളും ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് സ്വാതന്ത്ര്യം അനുഭവിക്കാനുള്ള അവകാശമുണ്ട് ശരിക്ക്.
അപ്പോൾ Yes. അത് ഓർക്കണം. 51 എല്ലാ ഡേ ഞാൻ ഇനി വേറൊരു അവസരത്തിൽ അതിനെപ്പറ്റി ഡീറ്റെയിൽഡ് ആയിട്ട് ഓക്കെ. പറയാം. എങ്കിലും എന്തായാലും അത് ഇതിന് വളരെ സന്തോഷം സാർ ആ ചർച്ചയിൽ തുടക്കം കുറിച്ച അന്തരീക്ഷത്തിൽ പറഞ്ഞ കണക്ക് 100, 1000, 10000 മാറി ആൾക്കാരുടെ ഹൃദയങ്ങളിലേക്ക് എത്തട്ടെ എന്ന് ആശംസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. വളരെ സന്തോഷം സാർ. ശരി, ഹരിഹരൻ ഗുഡ് സാർ നൈറ്റ്. എന്ത് പറയുന്നു? ഹരിഹരൻ സാറെ അൺമ്യൂട്ട് ചെയ്യാമോ? എന്തായാലും വളരെ സന്തോഷമുണ്ട് ഇന്നത്തെ ഈ ഒരു ദിവസത്തിൽ ഇങ്ങനെ ഒരു പ്രോഗ്രാം നമുക്ക് അറേഞ്ച് ചെയ്യാൻ പറ്റിയത്. അതിൽ ആ, നമ്മുടെ ജസ്റ്റിസ് സാറിന്റെ ആ പ്രസന്റേഷൻ, എല്ലാ കാര്യങ്ങളും അന്നത്തെ കാലവും ഇന്നത്തെ കാലവും തമ്മിലുള്ള കമ്പാരിസൺ, അന്നത്തെ ആൾക്കാർ അനുഭവിച്ചു. നമ്മൾ പലപ്പോഴും നമ്മുടെ പുത്തൻ തലമുറ പിള്ളേരോട് പറയും, മൊബൈൽ അഡിക്ഷൻ ആയിട്ട് വരുന്ന പിള്ളേരോട് പറയും, എൻ്റെ മക്കളെ ഞങ്ങള് പണ്ട് TV എന്ന സംഭവത്തെ കുറിച്ച് ചിന്തിച്ചിട്ട് പോലുമില്ല. ഒരു റേഡിയോ തന്നെ കേട്ടുകൊണ്ടിരുന്നത് വളരെ ചുരുക്ക സമയത്താണ്. പിന്നീടാണ് വീടുകളിലൊക്കെ റേഡിയോ വരുന്നത്. അത് കഴിഞ്ഞ് ടെലിവിഷൻ നമ്മൾ സിനിമ കാണാൻ പോകുമ്പോൾ ഇങ്ങനെ ആലോചിക്കും, നമ്മുടെ വീട്ടിലിരുന്ന് ഈ സിനിമ കണ്ടാലോ എന്ന് ആലോചിക്കുമായിരുന്നു. പക്ഷെ അത് കഴിഞ്ഞ് ഇന്നിപ്പോൾ അതെല്ലാം നമ്മുടെ വിരൽത്തുമ്പിലായി. അപ്പോൾ നമ്മൾ ഇന്ന് അനുഭവിക്കുന്ന ഈ കാര്യങ്ങളുടെ എല്ലാം കാരണം അന്ന് നമ്മൾ അനുഭവിച്ച അന്നത്തെ നമ്മുടെ മുൻ തലമുറയിൽ മഹാത്മാഗാന്ധി ഉൾപ്പെടെ ഒത്തിരി സമര സ്വാതന്ത്ര്യ സേനാനികൾ അനുഭവിച്ച വേദനയുടെ ഫലമാണ്. അവരനുഭവിച്ച ആ നാടിന് വേണ്ടി സ്വന്തമായിട്ട് നമുക്കൊരു നാടുണ്ടാകണമെന്നും നമ്മുടെ നാട് സ്വന്തം തന്നെയാണ്. പക്ഷെ അത് നമുക്ക് തന്നെ ഭരിക്കാനും നമുക്ക് തന്നെ നമ്മുടെ ആവശ്യത്തിന് ഉപയോഗിക്കാനും ഉള്ള ഒരു സ്വാതന്ത്ര്യം, അതുപോലെ തന്നെ നമുക്ക് പരസ്പരം സംസാരിക്കാനുള്ള സ്വാതന്ത്ര്യം, നമുക്ക് ആശയവിനിമയ സ്വാതന്ത്ര്യം, എല്ലാത്തിനുമുള്ള സ്വാതന്ത്ര്യമാണ് നമുക്ക് നേടിത്തന്നത്. നമ്മൾ അടിമകളല്ല, നമ്മളെല്ലാം ഈക്വലാണ്. ഇവിടെ ജാതി മത ചിന്തകൾക്കപ്പുറമുള്ള ഒരു മനുഷ്യ സ്നേഹമാണ് വേണ്ടത് എന്ന് നമുക്ക് വഴികാട്ടി തന്ന ഗാന്ധിജിയും, അതുപോലെ തന്നെ നമുക്ക് വേണ്ടി ഏറ്റവും നല്ല ഒരു ഭരണാധികാരിയായി വന്ന ജവഹർലാൽ നെഹ്റുവും, അതിനുശേഷം ഒത്തിരി ത്യാഗങ്ങൾ അനുഭവിച്ച ആ, ആ, ഒരു അധികാര സ്ഥാനങ്ങളിൽ എത്താതെ ഒത്തിരി പേര് ഉണ്ടായിരുന്നു. അപ്പൊ ഇവരെല്ലാം നമുക്ക് സ്മരിക്കേണ്ടതായിട്ടുണ്ട്. എന്തായാലും അവരെല്ലാം സ്മരിച്ചുകൊണ്ട് 9ാം സ്വാതന്ത്ര്യ ദിനം നമുക്ക് കൊണ്ടാടുകയാണ്. ഇവരുടെയും ഇവിടെ പങ്കെടുത്ത എല്ലാവർക്കും സ്വാതന്ത്ര്യ ആശംസകൾ. അതുപോലെ തന്നെ നമുക്ക് ഇത് പങ്കെടുക്കാത്ത ആൾക്കും സ്വാതന്ത്ര്യ ആശംസകൾ പറഞ്ഞുകൊണ്ട് നിർത്തുന്നു സാർ. വളരെ നന്ദി ധനേഷ് ഡോക്ടറെ. ഷബീർ ഡോക്ടർ എത്തിയിട്ടുണ്ടോ? എന്തോ സാറേ? ജെഫ്രിക്ക് മുതലാളിക്ക് ഇല്ല, മുതലാളി പറയാനുണ്ടാവും. പുറത്താണ്. ഇതാണ് കാര്യം. നമുക്ക് ബാഹർ വാല വെരി ബാഡ് എന്ന് പറയേണ്ടി വരും. ഇപ്പൊ സാറും പുറത്താണ്, ഷബീർ ഡോക്ടറും പുറത്താണ്. പിന്നെ സാറ് പങ്കെടുത്തു. എന്തെങ്കിലും തിരക്കായിരിക്കും. ഓക്കെ, സാരമില്ല. നന്ദി മനോജ് ഡോക്ടറെ. ഇതിൽ പങ്കെടുക്കുന്ന എല്ലാവർക്കും സ്വാതന്ത്ര്യദിന ആശംസകൾ അറിയിക്കുകയാണ്. എൻ്റെ ഓർമ്മകൾ പങ്കുവെക്കണമെന്ന് പറഞ്ഞതുകൊണ്ട് ഞാൻ ചെറുപ്പത്തിലെ ഗൈഡിങ്ങിലും ബാൻഡ് സെറ്റിലും ഒക്കെ ഉണ്ടായിരുന്നതുകൊണ്ട് ഈ ദിവസം ഒരു വലിയ പ്രാധാന്യമുള്ള ദിവസമായിരുന്നു. അതിലൊക്കെ പങ്കെടുക്കുന്ന കാര്യം ഇന്നും ഓർക്കുകയാണ്. അതിൽ എൻ്റെ കർത്തവ്യത്തിലേക്ക് ഞാൻ കടക്കട്ടെ. IFEHന്റെ ഇന്ന് നടത്തപ്പെട്ട 80ാം സ്വാതന്ത്ര്യ ദിന പ്രത്യേക പരിപാടിയിൽ സ്വാതന്ത്ര്യ ദിനത്തിന്റെ ഓർമ്മകൾ പങ്കുവെക്കുകയും തന്റെ കുട്ടിക്കാലത്തെക്കുറിച്ച് സ്മരിക്കുകയും 6ാമത്തെ വയസ്സിൽ നടന്ന സ്വാതന്ത്ര്യ ദിനത്തെ ഓർമ്മിക്കുകയും സ്വാതന്ത്ര്യ സമയത്തെ നാടിനെക്കുറിച്ചും അതിനുശേഷം വന്ന മാറ്റങ്ങളെക്കുറിച്ചും വിവരിക്കുകയും കുതിച്ചു ചാടുന്ന ഭാരതത്തിന്റെ വികസനത്തിൽ നമുക്ക് എല്ലാവർക്കും പങ്കെടുക്കണമെന്ന് ആഹ്വാനം ചെയ്യുകയും ചെയ്ത IFEHന്റെ ഭാഗമായി തീർന്നുകൊണ്ടിരിക്കുന്ന ആദരണീയനായ കേരള ഹൈക്കോടതി റിട്ടയർഡ് ജസ്റ്റിസ് ഹരിഹരൻ നായർ സാറിന് IFEHന്റെയും ഈ പരിപാടിയിൽ പങ്കെടുത്ത എല്ലാവരുടെയും പേരിൽ ഹൃദയപൂർവ്വം നന്ദി അറിയിക്കുന്നു. സ്വാതന്ത്ര്യദിന പ്രത്യേക പരിപാടിയിൽ പങ്കെടുക്കുകയും മഹാത്മാഗാന്ധിക്ക് നൂറ്റാണ്ടുകൾക്ക് മുൻപ് തന്നെ സ്വാതന്ത്ര്യത്തിനു വേണ്ടി അനേകർ ത്യാഗം സഹിച്ചിട്ടുണ്ടെന്നും
അവരെ ഓർക്കണമെന്നും ആദരിക്കണമെന്നും ആഹ്വാനം ചെയ്ത നമ്മുടെ പ്രിയങ്കരനായ IFPH പ്രസിഡന്റ് ബഹുമാന്യനായ ഡോക്ടർ ഇസ്മയിൽ സൈഡ് സാറിന് ആദരപൂർവ്വം നന്ദി അറിയിക്കുന്നു. ഇന്നത്തെ സ്വാതന്ത്ര്യദിന പരിപാടിയിൽ പങ്കെടുക്കുകയും തന്റെ പിതാവിൽ നിന്നും അറിഞ്ഞ സ്വാതന്ത്ര്യ സമരകാലത്തെക്കുറിച്ചും ഇന്ന് സ്വാതന്ത്ര്യദിനത്തിൽ ഭാരതത്തിൽ എങ്ങനെയൊക്കെ ആചരിക്കുന്നതെന്ന് വിശദമായി വിവരിക്കുകയും ചെയ്ത IFPHന്റെ സ്വന്തം ജയചന്ദ്രൻ ഡോക്ടർക്ക് സ്നേഹപൂർവ്വം നന്ദി അറിയിക്കുന്നു. അതുപോലെ തന്നെ ഇന്നത്തെ സ്വാതന്ത്ര്യദിന പരിപാടിയിൽ പങ്കെടുക്കുകയും സ്വാതന്ത്ര്യദിനത്തിൽ അമ്മയുടെ വയറ്റിൽ 4 മാസത്തിൽ കിടന്നു തന്നെ ഞെട്ടലോടെ സന്തോഷിക്കുകയും ചെയ്ത്, അതുപോലെ 3.25 വയസ്സിൽ 1-ാം ക്ലാസ്സിൽ ചേർന്നതും 5-ാം ക്ലാസ്സിൽ ദേശീയ ഗാനം ആലോപിക്കുന്നതും 7-ാം വയസ്സിൽ സ്വാതന്ത്ര്യദിനത്തിൽ അച്ഛനിൽ നിന്ന് അറിഞ്ഞ സ്വാതന്ത്ര്യദിനത്തെക്കുറിച്ചും സ്വാതന്ത്ര്യത്തോടെ ഉത്തരവാദിത്തമാണ് നമുക്ക് ലഭിച്ചതെന്നുമെല്ലാം പ്രസംഗിക്കുകയും ചെയ്യുകയും ജീവിതത്തിൽ പ്രധാന വഴിത്തിരിവ് വന്നത് ഓഗസ്റ്റ് 15 ഓർമ്മിക്കുകയും ചെയ്ത IFPHന്റെ സ്വന്തം ഡോക്ടർ രമാദേവി അമ്പാടി അമ്മയ്ക്ക് ഹൃദയപൂർവ്വം നന്ദി അറിയിക്കുന്നു. ഇന്നത്തെ ഈ പരിപാടിയിൽ സ്വാതന്ത്ര്യദിനം ഓർമ്മകൾ പങ്കുവയ്ക്കുകയും ത്യാഗം സഹിച്ചവരെ ഓർക്കുകയും സ്വാതന്ത്ര്യദിന ആശംസകൾ അർപ്പിക്കുകയും ചെയ്ത ധനേഷ് ഡോക്ടർക്കും സ്നേഹപൂർവ്വം നന്ദി അറിയിക്കുന്നു. ഈ ദിനത്തില് പ്രാർത്ഥനാ ഗാനം ആലപിച്ച കൊച്ചുമിടുക്കി ഹൃദയ സഞ്ജീവന് സ്നേഹത്തോടെ നന്ദി അറിയിക്കുന്നു. ഇന്നത്തെ പരിപാടിയിൽ ഔപചാരികമായി സ്വാഗതം ആശംസിച്ച IFPHന്റെ മോഡറേറ്റർ ഷൈല ഡോക്ടർക്ക് സന്തോഷപൂർവ്വം നന്ദി അറിയിക്കുന്നു. IFPHന്റെ എല്ലാ പ്രത്യേക പരിപാടികളും ഓർത്തിരുന്ന് ഇത്രയും നല്ല രീതിയിൽ നടത്തുന്ന ഇന്നത്തെ 80-ാം സ്വാതന്ത്ര്യദിന പ്രത്യേക പരിപാടിയുടെ മോഡറേറ്റർ കൂടിയായ GS മനോജ് ഡോക്ടർക്ക് സ്നേഹപൂർവ്വം നന്ദി അറിയിക്കുന്നു. IFPHന്റെ 2175-ാം പ്രതിദിന സൂം വെബിനാറിൽ പങ്കെടുത്ത് വിജയകരമാക്കിയ എല്ലാ IFPH ഭാരവാഹികൾക്കും, ഹോമിയോപ്പതി സ്നേഹികൾക്കും, ഡോക്ടർമാർക്കും, വിദ്യാർത്ഥികൾക്കും 1000 നന്ദി അറിയിക്കുന്നു. ഭാരതത്തിന്റെ സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുക്കുകയും വളരെയധികം ത്യാഗം അനുഭവിക്കുകയും ജീവൻ വെടിയേണ്ടി വരികയും ചെയ്ത നമ്മുടെ രാഷ്ട്രപിതാവായ മഹാത്മാഗാന്ധിജിയെയും എല്ലാ സ്വാതന്ത്ര്യ സമര സേനാനികളെയും സ്മരിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. വളരെ നന്ദി ഡോക്ടറെ. ഇന്നത്തെ പരിപാടി അവസാനിപ്പിക്കുന്ന സ്കൂളിൽ പഠിച്ചത് കവിത ഓർമ്മിച്ചുകൊണ്ട് നമുക്ക് നിർത്താം. ഇങ്ങിനെയെത്താതെ പോയോരൻ ബാല്യത്തിൻ മങ്ങിയോരാന്നുകൾ കാൺമു ഞാനും ബാല്യമൻ ചെയ്ത വാസരം തന്നെ കല്യം കലിതാഭമായ കാലം പിച്ച നടക്കുവാൻ അമ്മ പഠിപ്പിച്ച പുൽത്തിലമ്പച്ച ഉതിരും കാലം ആവർത്തനോത്സവം ആകുമാ വേളകൾ ഈ മർത്യനെങ്ങനെ വിസ്മരിക്കും. നാളെ ഇതേ സമയം വീണ്ടും കാണുന്ന ശുഭപ്രതീക്ഷ നിർത്തുന്നു. നമസ്കാരം. ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ്.